തോളിനോട് തോളു ചേർത്ത് വൻമതിൽ കണക്കെ നാം ആളിടുന്നൊരഗ്നിയായി വരുന്നു പോരടിക്കുവാൻ. എത്രയെത്ര കൊച്ചു കൊച്ചു സംഘശക്തി ഇങ്ങനെ സത്യസമരവേദിയിൽ തകർത്തു വമ്പൻ ശക്തിയെ. തോളിനോട് തോളു ചേർത്ത് വൻമതിൽ കണക്കെ നാം ആളിടുന്നൊരഗ്നിയായി വരുന്നു പോരടിക്കുവാൻ. എത്രയെത്ര കൊച്ചു കൊച്ചു സംഘശക്തി ഇങ്ങനെ സത്യസമരവേദിയിൽ തകർത്തു വമ്പൻ ശക്തിയെ. നാണമില്ല ചൊല്ലുവാൻ, പേടിയില്ല നേർക്കുവാൻ, കാലം കയ്യിൽ തന്നതാണി വിപ്ലവക്കൊടി. നാണമില്ല ചൊല്ലുവാൻ, പേടിയില്ല നേർക്കുവാൻ, കാലം കയ്യിൽ തന്നതാണി വിപ്ലവക്കൊടി. ജീർണവസ്തുവായി ചരിത്ര വീതിയിൽ ലയിക്കുവാൻ ഭീരുവായി പിറന്നു വീണതല്ല ഞങ്ങൾ ഭൂമിയിൽ. ഭീകരപ്രവർത്തനത്തിൽ ആത്മഹത്യ ചെയ്യുവാൻ ധീരത കടം കൊടുത്തു വന്നതല്ല പോരിതിൽ. ജീർണവസ്തുവായി ചരിത്ര വീതിയിൽ ലയിക്കുവാൻ ഭീരുവായി പിറന്നു വീണതല്ല ഞങ്ങൾ ഭൂമിയിൽ. ഭീകരപ്രവർത്തനത്തിൽ ആത്മഹത്യ ചെയ്യുവാൻ ധീരത കടം കൊടുത്തു വന്നതല്ല പോരിതിൽ. സേവനത്തിൻ പാതയിൽ സാന്ത്വനം നിറയ്ക്കുവാൻ സത്യസാക്ഷ്യമായി പഠിച്ചതാണി ജൈവിളി. സേവനത്തിൻ പാതയിൽ സാന്ത്വനം നിറയ്ക്കുവാൻ സത്യസാക്ഷ്യമായി പഠിച്ചതാണി ജൈവിളി. തോളിനോട് തോളു ചേർത്ത് വൻമതിൽ കണക്കെ നാം ആളിടുന്നൊരഗ്നിയായി വരുന്നു പോരടിക്കുവാൻ. എത്രയെത്ര കൊച്ചു കൊച്ചു സംഘശക്തി ഇങ്ങനെ സത്യസമരവേദിയിൽ തകർത്തു വമ്പൻ ശക്തിയെ. സൂത്രവാചകം വിട്ടുവീഴ്ചയാണ് അഹന്തയെ തകർക്കും സാധകം. ധീരരക്തസാക്ഷ്യമാണിവർക്കൊരേ ഒരാഗ്രഹം, വീണടിഞ്ഞു പോകിലും വരിക്കും സ്വർഗജീവിതം. വിനയമാണ് പഞ്ചയത്തിനുള്ള സൂത്രവാചകം, വിട്ടുവീഴ്ചയാണ് അഹന്തയെ തകർക്കും സാധകം. ധീരരക്തസാക്ഷ്യമാണിവർക്കൊരേ ഒരാഗ്രഹം, വീണടിഞ്ഞു പോകിലും വരിക്കും സ്വർഗജീവിതം. വേനലിൻ തടങ്ങളിൽ ദാഹനീർ ചുരത്തുവാൻ വാനിൽ മേഘജാലമായി വരുന്നു വാരുളി. വേനലിൻ തടങ്ങളിൽ ദാഹനീർ ചുരത്തുവാൻ വാനിൽ മേഘജാലമായി വരുന്നു വാരുളി. തോളിനോട് തോളു ചേർത്ത് വൻമതിൽ കണക്കെ നാം ആളിടുന്നൊരഗ്നിയായി വരുന്നു പോരടിക്കുവാൻ. എത്രയെത്ര കൊച്ചു കൊച്ചു സംഘശക്തി ഇങ്ങനെ സത്യസമരവേദിയിൽ തകർത്തു വമ്പൻ ശക്തിയെ. തോളിനോട് തോളു ചേർത്ത് വൻമതിൽ കണക്കെ നാം ആളിടുന്നൊരഗ്നിയായി വരുന്നു പോരടിക്കുവാൻ. എത്രയെത്ര കൊച്ചു കൊച്ചു സംഘശക്തി ഇങ്ങനെ സത്യസമരവേദിയിൽ തകർത്തു വമ്പൻ ശക്തിയെ. നാണമില്ല ചൊല്ലുവാൻ, പേടിയില്ല നേർക്കുവാൻ, കാലം കയ്യിൽ തന്നതാണി വിപ്ലവക്കൊടി. നാണമില്ല ചൊല്ലുവാൻ, പേടിയില്ല നേർക്കുവാൻ, കാലം കയ്യിൽ തന്നതാണി വിപ്ലവക്കൊടി. തോളിനോട് തോളു ചേർത്ത് വൻമതിൽ കണക്കെ നാം ആളിടുന്നൊരഗ്നിയായി വരുന്നു പോരടിക്കുവാൻ. എത്രയെത്ര കൊച്ചു കൊച്ചു സംഘശക്തി ഇങ്ങനെ സത്യസമരവേദിയിൽ തകർത്തു വമ്പൻ ശക്തിയെ. തോളിനോട് തോളു ചേർത്ത് വൻമതിൽ കണക്കെ നാം ആളിടുന്നൊരഗ്നിയായി വരുന്നു പോരടിക്കുവാൻ. എത്രയെത്ര കൊച്ചു കൊച്ചു സംഘശക്തി ഇങ്ങനെ സത്യസമരവേദിയിൽ തകർത്തു. ബഹുമാന്യനായ അധ്യക്ഷൻ സോളിഡാരിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് പി മുജീബ് റഹ്മാൻ സാഹിബ്, വേദിയിലുള്ള ബഹുമാന്യരായ അതിഥികളെ, പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, നാട്ടുകാരെ, സഹോദരിമാരെ, കേരളത്തിലെ പൊതുഗതാഗത സംവിധാനത്തെ തകർത്തുകൊണ്ട് കേരളത്തിലെ ദേശീയപാതകളെ BOT അടിസ്ഥാനത്തിൽ കുത്തകകൾക്ക് വിറ്റുകൊണ്ടും കേരളത്തിലെ സാധാരണക്കാരായ ഒരുപാട് മനുഷ്യരെ കുടിയൊഴിപ്പിച്ചുകൊണ്ടും ദേശീയപാത വികസനം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ദേശീയപാത വികസിപ്പിക്കുക
വിൽക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായി സോളിഡാരിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരപ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ വെച്ച് ഈ ഒരു സമര സമ്മേളനവും ഇതിനു മുന്നോടിയായി ഉജ്ജ്വലമായൊരു യുവജന പ്രകടനവും നടന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ കേരളത്തിലെ ധാരാളം റോഡുകൾ ഇപ്പോഴും തുടങ്ങിവെച്ചതും എന്നാൽ പൂർത്തിയാക്കാത്തതുമായ അവസ്ഥയിൽ അവയുടെ വികസന പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ മുമ്പിലുണ്ട്. ഇത്തരത്തിലുള്ള റോഡുകൾ പണി പൂർത്തിയാക്കാതെ നിൽക്കുമ്പോഴും കേന്ദ്ര സർക്കാരിന്റെ പ്രോജക്റ്റ് എന്ന പേരിൽ BOT അടിസ്ഥാനത്തിൽ ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ അടിസ്ഥാനത്തിൽ കുത്തകകൾക്ക് നമ്മുടെ ദേശീയ പാതകളെ വിൽക്കാനൊരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. ഇത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പേരിന് ഒരു പ്രതിഷേധം മാത്രം നടത്തുകയും പിന്നീട് കേരളത്തിലെ മുഴുവൻ വികസന പ്രവർത്തനങ്ങളെയും BOTയുടെ അടിസ്ഥാനത്തിലേക്ക് മാറ്റുന്നതിന് പച്ചക്കൊടി കാണിച്ചുകൊണ്ടിരിക്കുകയുമാണ് കേരളത്തിലെ സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ റോഡ് വികസനം തന്നെ അനാവശ്യമായ അക്വിസിഷൻ നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ റോഡിന് 45 മീറ്റർ വീതി വേണമെന്ന് കേരളത്തിലെ സർക്കാരും അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച അധികാരികളും ശഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ജനവാസം കൂടിയ പ്രദേശമാണെങ്കിലും കുറഞ്ഞ പ്രദേശമാണെങ്കിലും അതൊന്നും പരിഗണിക്കാതെ അനാവശ്യമായ അക്വിസിഷൻ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് ഇരയാവുന്ന ആളുകൾക്ക് യാതൊരുവിധ പുനരധിവാസ പദ്ധതികളും പ്രഖ്യാപിക്കാതെയാണ് ഈ വികസന പദ്ധതി മുന്നോട്ട് നീങ്ങുന്നത്. പ്രഖ്യാപിച്ചതും അല്ലാത്തതുമായ ധാരാളം റോഡ് പദ്ധതികൾ നിലനിൽക്കെ ഒരിക്കൽ കേരള ജനത ഒറ്റക്കെട്ടായി തകർത്തെറിഞ്ഞ പുറങ്കാലുകൊണ്ട് തട്ടി തകർത്ത എക്സ്പ്രസ് ഹൈവേ പുതിയ പേരിൽ തെക്കുവടക്ക് സൗഹൃദപാത എന്ന പേരിൽ വീണ്ടും പുനരവതരിപ്പിക്കാനുള്ള ശ്രമവും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ കേരളത്തിലെ ഗതാഗത കുരുക്കിന്, ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണം, അതിനുവേണ്ടി ദേശീയപാത വികസിപ്പിക്കണം. എന്നാൽ ഇതിന്റെ മറവിൽ പൊതുഗതാഗത സംവിധാനത്തെ തകർത്തുകൊണ്ട് ദേശീയപാതകളെ കുത്തകകൾക്ക് വിൽക്കാൻ അനുവദിക്കുകയില്ല എന്ന പ്രഖ്യാപനവുമായിട്ടാണ് സോളിഡാരിറ്റി സമരവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ കേരളത്തിലെ നാഷണൽ ഹൈവേകൾ കടന്നുപോകുന്ന മിക്ക പ്രദേശങ്ങളിലും സമര സമിതികൾ ഇതിനോടകം രൂപം കൊണ്ടിട്ടുണ്ട്. ഇത്തരം സമിതികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുകൂടിയാണ് സോളിഡാരിറ്റി ഈ സമര സമ്മേളനം നടത്തുന്നത്. ഈ സമ്മേളനത്തിലെ അതിഥികൾക്ക് സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്റെ കർത്തവ്യം. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മാധ്യമത്തിന്റെ പത്രാധിപർ ബഹുമാന്യനായ O. അബ്ദുറഹ്മാൻ സാഹിബാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ പ്രഭാഷണങ്ങൾ നടത്തുന്നത് ബഹുമാന്യനായ MLA ഡോക്ടർ KT ജലീൽ അവരുകളാണ്. അദ്ദേഹം ജനപ്രതിനിധി എന്ന അർത്ഥത്തിൽ ജനഹിതത്തോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഡോക്ടർ KT ജലീൽ MLAക്ക് ഹാർദമായ സ്വാഗതം ആശംസിക്കുകയാണ്. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനും കേരളത്തിലെ സാമൂഹ്യ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മാന്യദേഹവുമായ ഡോക്ടർ A. അച്യുതനാണ് നമ്മോട് സംസാരിക്കുന്ന മറ്റൊരു അതിഥി. അദ്ദേഹത്തെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കേരളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ആക്ടിവിസ്റ്റ്, മനുഷ്യാവകാശ പ്രവർത്തകൻ, പരിസ്ഥിതി പ്രവർത്തകൻ ഒക്കെയായിട്ടുള്ള ബഹുമാന്യനായ PR നീലകണ്ഠൻ അവരുകൾ നമ്മോട് സംസാരിക്കും. അദ്ദേഹത്തെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഓൾ കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ മുൻ പ്രസിഡന്റായിട്ടുള്ള ഖാലിദ് മുണ്ടപ്പള്ളി, അദ്ദേഹം എറണാകുളത്തെ പലവിധത്തിലുള്ള BOT പദ്ധതികളുമായി ബന്ധപ്പെട്ട് നിരന്തരം സമരമുഖത്തുള്ള ഒരു മാന്യദേഹമാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. NH17 ജോയിന്റ് ആക്ഷൻ കൌൺസിലിന്റെ സംസ്ഥാന പ്രസിഡന്റ് EV മുഹമ്മദ് അലി, ആക്ഷൻ കൌൺസിലിന്റെ സംസ്ഥാന കൺവീനർ TK സുധീർ കുമാർ എന്നിവരും നമ്മെ അഭിസംബോധന ചെയ്യും. ഇരുവരെയും ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സോളിഡാരിറ്റിയുടെ ജില്ലാ പ്രസിഡന്റ് സലീം മമ്പാട് നമ്മെ അഭിസംബോധന ചെയ്യും.
സലീം സാഹിബിനെയും ഈ സന്ദർഭത്തിൽ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നതിനു വേണ്ടി സോളിഡാരിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് സഹോദരൻ മുജീബ് റഹ്മാനെ ക്ഷണിച്ചുകൊണ്ട് തന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലിരിക്കുന്ന ബഹുമാന്യനായ ഉദ്ഘാടകൻ ഒ അബ്ദുറഹ്മാൻ സാഹിബ്, നമ്മെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്ന ബഹുമാന്യനായ MLA ശ്രീ KT ജലീൽ, ഡോക്ടർ A അച്യുതൻ സാർ, ശ്രീ CR നീലകണ്ഠൻ, ഖാലിദ് ഉണ്ടപ്പള്ളി, EV മുഹമ്മദ് അലി സാഹിബ്, ശ്രീ TK സുധീർ കുമാർ, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് സലീം മമ്പാട്, ആദരണീയരായ രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ യുവസുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അത്യുജ്വലമായ ഒരു പ്രകടനത്തിന് ശേഷമാണ് നാം ഈ പൊതുസമ്മേളനത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ ഒരു ജനകീയ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചിരിക്കുന്നത്. നാം ഒരു വലിയ സമരരംഗത്തിറങ്ങിയിരിക്കുകയാണ്. നാം ഈ സമരരംഗത്തിറങ്ങിയിരിക്കുന്നത് രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട ഭരണകൂടത്തിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടുന്ന വളരെ സുപ്രധാനമായ ചില വിഷയങ്ങൾ ഭരണകൂടത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുവാനും നീതി ലഭ്യമാക്കേണ്ടുന്ന ഒരു ജനതയ്ക്ക് നീതി ലഭ്യമാക്കി കൊടുക്കുന്നതിനുമുള്ള പോരാട്ടത്തിന്റെ തുടക്കം എന്ന രീതിയിലാണ്. ഇതിനർത്ഥം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഈ രാജ്യത്തെ ഹൈവേ വികസിപ്പിക്കുന്നതിനെതിരാണ് എന്നല്ല. രാജ്യത്തിന്റെ ഗതാഗത രംഗത്തുള്ള പുരോഗതിയെ, വികസനത്തെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാവുന്നതുപോലെ 1995 പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ രൂപം കൊണ്ട നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ 7 ഘട്ടങ്ങളിലായി പൂർത്തീകരിക്കേണ്ടുന്ന രാജ്യത്തെ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട 3-ാം ഘട്ടത്തിലേക്കാണ് രാജ്യം പ്രവേശിച്ചിരിക്കുന്നത്. 1-ഉം 2-ഉം ഘട്ടങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഹൈസ്പീഡ് കോറിഡോർ ഉൾപ്പെടെ, എക്സ്പ്രസ് ഗോൾഡൻ കോറിഡോർ ഉൾപ്പെടെ ഭാഗികമായി പ്രവേശനം അനുവദിക്കപ്പെടുന്ന ഹൈവേകൾ ഉൾപ്പെടെയുള്ള 66,594 കിലോമീറ്റർ നീളത്തിലുള്ള ഹൈവേ വികസനമാണ് ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നത്. 95 തീരുമാനമെടുത്ത് 2000 പണിയാരംഭിച്ച് 2012 ഏറെക്കുറെ പൂർത്തീകരിക്കുന്നതോടെ 2,32,123 കോടി രൂപ ചിലവ് വരുന്ന ഒരു വലിയ പദ്ധതിയെക്കുറിച്ചാണ് ഭരണകൂടം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം NH-17, 47 ഈ രാജ്യത്ത് വികസിപ്പിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ കേരളം ഇന്ത്യയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്നും ജനസാന്ദ്രതയുടെയും അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായും ഒട്ടേറെ വ്യത്യാസങ്ങളുള്ള പ്രത്യേക പരിഗണനയെടുക്കേണ്ടുന്ന ഭൂപ്രദേശമാണ് എന്നും ഈ രാജ്യത്തെ ഭരണകൂടങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ ഹൈവേ വികസനത്തിന് 60 മീറ്റർ വെച്ചപ്പോൾ കേരളത്തിൽ അത് 45 മീറ്ററിലേക്ക് ഗവൺമെന്റ്
ചുരുക്കിക്കൊണ്ടുവന്നിരിക്കുന്നത്. അത് 45 മീറ്ററിൽ നിൽക്കേണ്ടതാണോ? നമ്മുടെ രാജ്യത്ത് ഇനിയും ചർച്ച ഉയർന്നു വരേണ്ടതാണോ? ഇതിനർത്ഥം നാം ആരും വികസനത്തിനെതിരാണ് എന്നല്ല. പലപ്പോഴും ഈ രാജ്യത്ത് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് രൂപപ്പെട്ടു വരുന്ന വികസന പദ്ധതികളോട് മൗലികമായ വിയോജിപ്പും അഭിപ്രായ വ്യത്യാസങ്ങളും പ്രകടിപ്പിക്കുമ്പോൾ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കുന്ന മൗലികമായ മറുനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രസ്ഥാനങ്ങൾക്കും വ്യക്തികൾക്കും നേരെ നമ്മുടെ രാജ്യത്തെ ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്ന് വളരെ നല്ല രീതിയിൽ ഓമന പേരിട്ട് വിളിക്കാറുള്ളതാണ് വികസന വിരോധികളെന്ന്, രാജ്യത്തിന്റെ പുരോഗതിക്ക് തുരങ്കം വെക്കുന്നവരെന്ന്. വളരെ വിനയത്തോടുകൂടി പറയട്ടെ, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഈ രാജ്യത്തെ രണ്ടായി പിളർത്തുന്ന എക്സ്പ്രസ് ഹൈവേയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉയർന്നു വന്ന ജനകീയ സമരത്തിന്റെ കൂടെ നിൽക്കുകയും ജനകീയ പോരാട്ടത്തിന് അതിശക്തമായ പങ്കാളിത്തം നിർവഹിക്കുകയും ചെയ്ത ഘട്ടത്തിൽ രാജ്യത്തിന്റെ ഗതാഗത കുരുക്ക് അഴിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഗതാഗത വികസനവുമായി ബന്ധപ്പെട്ടും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് കേരളത്തിൽ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നിടത്ത് സോളിഡാരിറ്റി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളായിരുന്നു രാജ്യത്തിന്റെ റെയിൽവേ പദ്ധതിയുമായി ബന്ധപ്പെട്ട വികാസം. അതുപോലെ തന്നെ രാജ്യത്ത് നമ്മുടെ രാഷ്ട്രപതി വരെ നിർദ്ദേശിച്ച ജലപാതയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടുന്ന ക്രിയാത്മകമായ ചുവടുവെപ്പുകൾ, അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് തന്നെ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ആ അർത്ഥത്തിൽ രാജ്യത്തിന്റെ ഹൈവേ വികസിപ്പിക്കുക എന്നത് സ്വാഗതാർഹമാണ്. പക്ഷേ വികസനം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ പ്രകൃതിയും ഈ രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രവും ഈ രാജ്യത്തെ ജനസമൂഹത്തെയും ഒക്കെ പരിഗണിച്ചുകൊണ്ടും ആരോഗ്യകരമായ സ്വഭാവത്തോടും കൂടി ആയിരിക്കണമെന്ന കാര്യത്തിൽ നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ടുന്ന കാര്യമില്ല. നമുക്കറിയാം, പലപ്പോഴും ആളുകൾക്കിടയിൽ വിവാദങ്ങൾ ഉണ്ടാകുന്നു. കേരളത്തിൽ നമ്മുടെ ഭരണകൂടം പലപ്പോഴും പറയാറുള്ള കാര്യമാണ്, വികസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കേരളത്തിൽ പലപ്പോഴും വിവാദങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നുവെന്ന്. എന്തുകൊണ്ട് കേരളത്തിൽ വികസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു എന്നതിനെക്കുറിച്ചും വസ്തുനിഷ്ഠമായ അന്വേഷണത്തിന് ഭരണകൂടങ്ങൾ സന്നദ്ധമാകേണ്ടതാണ്. വികസനത്തിനെതിരായതുകൊണ്ടല്ല, ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ താൽപര്യത്തിന് വിരുദ്ധമായ സ്വഭാവത്തിൽ ഉപരിവർഗത്തിന്റെയും വരേണ്യവർഗത്തിന്റെയും താൽപര്യത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള വികസന പദ്ധതികൾ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സന്ദർഭത്തിലാണ് അതിശക്തമായ ജനകീയ പ്രതിരോധം ഇത്തരത്തിലുള്ള പദ്ധതികൾക്കെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഉത്തരവാദപ്പെട്ട ആളുകൾ മനസ്സിലാക്കേണ്ടതാണ്. ആരും വികസന വിരോധികളല്ല. രാജ്യം വികസിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ രാജ്യത്തിന്റെ വികാസം ആർക്കു വേണ്ടി എന്ന ചോദ്യവും വളരെ മൗലികമാണ്. മഹാത്മജി പറഞ്ഞതുപോലെ ഈ രാജ്യത്തിന്റെ വികസനം ഈ രാജ്യത്തെ ഗ്രാമത്തിൽ വരെ താമസിച്ചുകൊണ്ടിരിക്കുന്ന അടിസ്ഥാന ജനവിഭാഗത്തിന് വരെ എങ്ങനെ ബാധിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് സ്വാഗതം ചെയ്യപ്പെടേണ്ടത് എന്ന് ആ കാഴ്ചപ്പാട് ഗാന്ധിയന്മാർ മറന്നിരിക്കുന്നു, ഗാന്ധിസത്തിന്റെ വക്താക്കൾ മറന്നിരിക്കുന്നു, മാറി വന്നുകൊണ്ടിരിക്കുന്ന ഭരണകൂടങ്ങൾ അത് മറന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരുണത്തിലാണ് ജനങ്ങളുടെ മൗലികമായ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്ത് പല ജനകീയ സമരങ്ങളും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്നെന്റെ സുഹൃത്തുക്കൾ അറിയണം. ഭരണകൂടം വിവേകത്തോടുകൂടി ചിന്തിച്ചിരുന്നുവെങ്കിൽ ഈ രാജ്യത്ത് വികസനത്തെക്കുറിച്ച് വിവാദങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. വിവേകത്തോടുകൂടി ചിന്തിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും വികസനത്തെക്കുറിച്ച് നമ്മുടെ രാജ്യത്ത് വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ മന്ത്രിമാർ പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ രാജ്യത്തേക്ക് ആകർഷിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ രാജ്യത്തെ പരിസ്ഥിതി മൗലികവാദികൾ രാജ്യത്തിന്റെ വികസനം മുടക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവരുന്നയിക്കുന്ന പ്രശ്നങ്ങൾ എന്ത് എന്ന ആരോഗ്യകരമായ ചർച്ചയ്ക്ക് ഭരണകൂടങ്ങൾ സന്നദ്ധമാകേണ്ടതുണ്ട്. ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യം വികസിക്കേണ്ടതുണ്ട്. പക്ഷേ വികസിക്കുന്നതോടൊപ്പം തന്നെ ഈ രാജ്യത്തിന്റെ സ്വഭാവം പരിഗണിച്ചുകൊണ്ട് രാജ്യനിവാസികളുടെ പരാതികൾ മുഖവിലക്കെടുത്തുകൊണ്ടുള്ള ചുവടുവെപ്പുകളാണ് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഈ രാജ്യത്ത് സാമാന്യ ജനം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നാം നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും ചർച്ച ചെയ്യേണ്ടതായിട്ട് വരുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ആയിരക്കണക്കിന് ആളുകൾ കുടിയിറക്കപ്പെടാൻ പോകുന്നു. നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് ആർക്കും കണ്ടെത്താൻ കഴിയുന്നതാണ് നമ്മുടെ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് ഭരണകൂടം മുന്നോട്ട് വെക്കുന്ന പ്രൊജക്ടിന്റെ വിശദാംശങ്ങൾ. ഈ പ്രൊജക്ട് നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ വികസനത്തിന് വേണ്ടി വഴിമാറാൻ സന്നദ്ധമായ ഈ രാജ്യത്തെ ആയിരക്കണക്കിന് കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുവാനുള്ള പാക്കേജിന് വകുപ്പ് കണ്ടെത്താതെയാണ് നമ്മുടെ ഭരണകൂടം വികസനത്തിന് ഇറങ്ങിത്തിരിക്കുന്നത് എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. റോഡ് വികസിക്കണം, പക്ഷേ റോഡിന്റെ വീതിയെക്കുറിച്ച് ചർച്ച ചെയ്യണം. പക്ഷേ അതിനു ചുറ്റും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജനവിഭാഗത്തിന്റെ ഭീതിയെക്കുറിച്ച് ചർച്ച ചെയ്യാതെ റോഡിന്റെ വീതിയെക്കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്യുന്നത് എങ്കിൽ ഈ രാജ്യത്തെ പാവപ്പെട്ട ജനവിഭാഗത്തിന് അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ടതായിട്ട് വരും. വീതി 30 അല്ല 45 അല്ല 60
എന്നതിനപ്പുറം അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന 5-10 സെന്റിൽ കുടിലുകെട്ടി താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടെന്ന് പറയുന്നത് വർഷങ്ങളായി ഒരു സ്വപ്നമായി കൊണ്ടു നടക്കുന്ന ആ സ്വപ്നത്തിന്റെ പൂർത്തീകരണം പതിറ്റാണ്ടുകളോടുകൂടി പൂർത്തീകരിക്കുന്ന എന്നിട്ട് കൊച്ചു കുഞ്ഞുങ്ങളുമായി അതിനകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ഒരു വലിയ ജനവിഭാഗം ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും ഈ രാജ്യത്ത് വൻകിട മുതലാളിമാർക്കും അതുപോലെ തന്നെ ഈ രാജ്യത്ത് ചുങ്കം കൊടുത്ത് പണം കൊടുത്ത് യാത്ര ചെയ്യുന്നവർക്കും നമ്മുടെ രാജ്യത്ത് രാജപാതയൊരുക്കുമ്പോൾ ആ രാജപാത പാവപ്പെട്ട ജനവിഭാഗത്തിന്റെ താൽപര്യങ്ങളെ ചവിട്ടിമതിച്ചുകൊണ്ടാകാൻ പാടില്ല എന്നുമുള്ള നിർബന്ധ ബുദ്ധിയിൽ നിന്നാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് രംഗത്തിറങ്ങുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. നമുക്കറിയാമല്ലോ, പലപ്പോഴും ഭരണകൂടം പറയുന്ന വികസനവുമായി ബന്ധപ്പെട്ട പുനരധിവാസത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഞങ്ങൾ പറയുന്നത് ഈ രാജ്യത്ത് വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കുമ്പോൾ തന്നെ പുനരധിവാസത്തെക്കുറിച്ച് ഒരു പുതിയ നയം നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു വരേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരു പുനരധിവാസ നയം രൂപപ്പെട്ടു വരണം. ഈ കേരളക്കരയിൽ ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും അത്തരം ഒരു പുനരധിവാസ നയം ഈ രാജ്യത്ത് പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. ഇടതുപക്ഷ ഭരണം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ ജനകീയ സമരങ്ങളുടെ ശക്തമായ വേലിയേറ്റത്തിൽ ഈ രാജ്യത്ത് വൻമരങ്ങൾ കടപുടക്കി എറിഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയ ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ജനഹിതത്തിന്റെ സ്വാഭാവികമായ പരിണിതിയായിരുന്നു ഇടതുപക്ഷ സർക്കാർ. ആ ജനഹിതത്തിന്റെ കൂടെ നിൽക്കുവാൻ ഇനിയും ഇടതുപക്ഷ സർക്കാരിന് സാധിക്കുമെങ്കിൽ ഞങ്ങൾ പറയുക, ഈ രാജ്യത്ത് കുടിയിറക്കപ്പെടുന്ന പാവപ്പെട്ട ജനവിഭാഗത്തിന്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആരോഗ്യകരമായ ഒരു സമീപനം സ്വീകരിക്കുവാൻ ഈ സർക്കാരിന് സാധിക്കേണ്ടതായിട്ടുണ്ട്. പ്രൊജക്റ്റിലും ബജറ്റിലും അതുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രൊജക്റ്റിലും ബജറ്റിലും അതില്ല എന്നുള്ളതാണ്. പ്രൊജക്റ്റിലും ബജറ്റിലും അതില്ലാതെയാണ് ജനങ്ങൾക്കിടയിൽ ഇറങ്ങുന്നത് എങ്കിൽ അടുത്ത ബജറ്റും പ്രൊജക്റ്റും പാസാക്കാൻ ഭരണകൂടം നിലവിലുണ്ടാവുകയില്ല എന്നാണ് ഏത് ഭരണവിഭാഗത്തോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഇടതുപക്ഷം പറഞ്ഞു, ഈ രാജ്യത്ത് BOT അടിസ്ഥാനത്തിൽ റോഡ് നിർമ്മാണത്തിന് ഞങ്ങൾ സന്നദ്ധമല്ല. അപ്പോൾ പറഞ്ഞു നമ്മുടെ ഏമാന്മാർ, അത്തരത്തിൽ നിങ്ങളൊരു നിലപാടെടുക്കുകയാണെങ്കിൽ ഹൈവേയുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണിക്ക് വരെ ഞങ്ങൾ പണം അനുവദിക്കുകയില്ല. എങ്കിൽ ആ വർത്തമാനത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് നിലയുറപ്പിക്കരുത്. അതിനപ്പുറത്തേക്കുള്ള ജനവിരുദ്ധ ആശയങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നിടത്ത് തങ്ങളാൽ ചെയ്യാവുന്നത് ചെയ്യുന്നിടത്താണ് ഒരു ജനകീയ സർക്കാർ ഉണ്ടാകേണ്ടത്. നമുക്കറിയാം എന്തുകൊണ്ട് പുനരധിവാസത്തിന് ശേഷം മതി കുടിയൊഴിപ്പിക്കലെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, അതിനു മുമ്പ് കുടിയൊഴിപ്പിക്കപ്പെട്ടവരാരും പിന്നീട് കുടിയിരുത്തപ്പെട്ടിട്ടില്ല എന്ന വേദനിക്കുന്ന അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റും ഈ കേരളക്കരയിലെ ജനകീയ പ്രസ്ഥാനങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കറിയാം, വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലുമായി ബന്ധപ്പെട്ട കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ ഗതി എന്താണ്? കേരളത്തിൽ കൊട്ടിഘോഷിക്കപ്പെട്ട മാതൃകാ പദ്ധതി എന്ന് ഈ രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങളും അപ്രീഷിയേറ്റ് ചെയ്ത, നമുക്കറിയാവുന്ന പോലെ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട പുനരധിവാസ പാക്കേജ്, അതുപോലെ തന്നെ ഈ രാജ്യത്ത് നെടുമ്പാശ്ശേരി വിമാനത്താവളവുമായി ബന്ധപ്പെട്ട പുനരധിവാസ പാക്കേജ്, ഇന്ത്യ രാജ്യത്തെ വികസനത്തിന്റെ ഇരകൾ നിങ്ങൾക്ക് തെരഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക തെരുവോരങ്ങളിലാണ്. വികസനത്തിന്റെ പ്രതീകങ്ങളായി ആകാശം മുട്ട നിൽക്കുന്ന അമ്പരചുംബികളായ കെട്ടിടങ്ങളുടെ കീഴ്ഭാഗത്ത് നിങ്ങൾക്ക് ചേരികളിൽ താമസിക്കുന്ന മറച്ചു കെട്ടിയ കൊച്ചു കൂരകളിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ചേരി നിവാസികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാ ക്രിമിനലിസവും എല്ലാ മാഫിയ സംഘങ്ങളും തമ്പടിച്ചിരിക്കുന്ന ടെന്റുകളിലേക്ക് നിങ്ങൾ കടന്നു ചെന്നാൽ നിങ്ങൾക്ക് അവർ കഥ പറഞ്ഞു തരും. ആ ആകാശം മുട്ടേ നിൽക്കുന്ന അമ്പരചുംബികളായ കെട്ടിടത്തിന്റെ വികസനത്തിന് വഴിമാറിക്കൊടുത്തതിന്റെ പേരിൽ തെരുവുകളിലേക്ക് ചവച്ചു തുപ്പപ്പെട്ടവരാണ് ഞങ്ങളെന്ന് അവർ നിങ്ങളോട് മറുപടി പറയുന്ന കഥകൾ ഈ രാജ്യത്ത് ആയിരങ്ങളുടേതല്ല ലക്ഷങ്ങളുടേതാണ് എന്ന് എന്റെ സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഈ രാജ്യത്തിന്റെ ഹൈവേ വികസിപ്പിക്കാം, ഈ രാജ്യത്ത് ഭൂമി ലാൻഡ് അക്വിസിഷൻ നടത്താം. പക്ഷേ അതിനു മുമ്പ് ഭരണകൂടം ചെയ്യേണ്ടത്, ഈ രാജ്യത്തിന്റെ ഭൂമി അക്വിസിഷൻ നടത്തുന്നതിന് മുമ്പ് ഈ രാജ്യത്തെ പാവപ്പെട്ട കുടിലുകളുടെ കഥകൾ മുട്ടുന്നതിന് മുമ്പ് ആണത്തമുള്ള ഭരണാധികാരികളുണ്ട് എങ്കിൽ ഈ പാവപ്പെട്ട ജനവിഭാഗത്തിന്റെ കഥകൾ മുട്ടിയിട്ട് അവരോട് ആണത്തത്തോടുകൂടി പറയണം, നിങ്ങൾ കുടിലിൽ നിന്ന് ഇറങ്ങണം, എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി സൗകര്യമൊരുക്കിയിരിക്കുന്ന പുനരധിവാസ മേഖലയിലേക്ക് നിങ്ങൾ നീങ്ങണം എന്ന് പറയാൻ ആർജവമുള്ള ഭരണകൂടമുണ്ട് എങ്കിൽ ഞങ്ങൾ ആ ഭരണകൂടത്തിന്റെ കൂടെ നിൽക്കാൻ സന്നദ്ധമാണ്. ഞങ്ങൾക്കാരോടും അന്ധമായി വിയോജിപ്പില്ല. ഞാൻ പറയുന്നത്, ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഗണിക്കണം, എന്നിട്ടത് പരിഹരിക്കണം. അതിനുള്ള മുൻകൈ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകണം. നമുക്കറിയാമല്ലോ, അത്തരത്തിൽ ഈ രാജ്യത്ത് കുടിയിറക്കപ്പെടുന്ന ജനവിഭാഗത്തിന്റെ തൃപ്തികരമായ പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കാതെയുള്ള എന്ത് നീക്കത്തോടും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് തദ്ദേശീയരായ ജനവിഭാഗത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ശക്തമായ ജനകീയ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുമെന്ന മുന്നറിയിപ്പ് കൂടി നൽകുവാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഒന്നാമത് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം ഇതുതന്നെയാണ്. ഈ രാജ്യത്ത് കുടിയിറക്കുന്നതിന് മുമ്പ് പുനരധിവാസവുമായി ബന്ധപ്പെട്ട വ്യക്തമായ പാക്കേജ് പ്രഖ്യാപിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, ഞങ്ങളുടെ പ്രവർത്തകർ സർവേ നടത്തി
മലപ്പുറം ജില്ലയിൽ മാത്രം 1500ഓളം കുടുംബങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ആരാണ് ഇവരുടെ പ്രശ്നം ഏറ്റെടുക്കുക? നമ്മളറിയേണ്ടതുണ്ടോ ആരാണ് ഇവരുടെ പ്രശ്നം ഏറ്റെടുക്കുക? ഇങ്ങനെ വികസനത്തിന്റെ ഇരകളാക്കപ്പെടുന്ന ഒരു ജനവിഭാഗത്തിന്റെ കൂടെ നിലയുറപ്പിക്കുവാൻ ആദർശ സമൂഹം എന്ന നിലയ്ക്ക് ഞങ്ങൾ ബാധ്യസ്ഥരാൻ. രണ്ടാമത് പറയാനുള്ളത് വിൽക്കരുത് എന്ന മുദ്രാവാക്യമാണ്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഉന്നയിക്കുന്ന ഒരു മുദ്രാവാക്യമാണ് നാഷണൽ ഹൈവേ വിൽക്കാൻ പാടില്ല. അതാരുടെ റോഡാണ്? നമ്മുടെ റോഡാണ്. എനിക്ക് സൈക്കിൾ ഓടിക്കാം, ബൈക്ക് ഓടിക്കാം, ഓട്ടോയിൽ പോകാം, അതുപോലെ തന്നെ എനിക്കതിന്റെ നിരത്തിലൂടെ നടക്കാം. നമുക്ക് വേണ്ടപ്പെട്ട റോഡ് ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുൻഗാമികളായ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഈ രാജ്യത്തിന്റെ എല്ലാ ജാതീയ അതിർവരമ്പുകളെയും ഭേദിച്ചുകൊണ്ട് വിപ്ലവകരമായ സമരം നേടിയെടുത്ത സ്വാതന്ത്ര്യമാണ് പൊതുവഴിയിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യം. നമ്മൾ പറയും വീട്ടിൽ നിന്നൊരാൾ പുറത്താക്കപ്പെട്ടാൽ അവൻ പെരുവഴിയിലായി എന്ന്. അങ്ങനെ ഈ രാജ്യത്തെ പാവപ്പെട്ട ജനവിഭാഗം പുറത്താക്കപ്പെടുമ്പോൾ അവന് സ്വന്തമായുള്ള പെരുവഴി വരെ വിൽപ്പന നടത്തുന്ന ഏർപ്പാട് അനുവദിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് പറയുന്നത് BOT അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തിന്റെ ഹൈവേ വികസിപ്പിക്കാൻ പാടില്ല. ഹൈവേ ആരുടേതാണ്? നമ്മുടേതായ ഹൈവേ, നമുക്ക് പണമില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്ന ഹൈവേ തലപ്പാറ തൊട്ട് ഇടപ്പള്ളി വരെ, എന്നിട്ട് അങ്ങ് വാളയാറ് തൊട്ട് തിരുവനന്തപുരം കന്യാകുമാരി വരെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന നമ്മുടേതായ ഹൈവേ എന്ന് പറയുന്ന NH17 47 BOT അടിസ്ഥാനത്തിൽ രണ്ടാം ഘട്ടം കഴിഞ്ഞപ്പോൾ മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ നമ്മുടെ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ നമുക്ക് ഒറ്റക്ക് നിർമ്മിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇവിടെ മുതലാളിമാരെ കടന്നു വരട്ടെ. ഭരണകൂടത്തിന്റെ റോൾ എന്താണ്? ഭരണകൂടത്തിന്റെ റോൾ ഈ രാജ്യത്ത് വികസനത്തിന് തടസ്സം നിൽക്കുന്ന പാവപ്പെട്ട ജനവിഭാഗത്തിന്റെ ചെവിക്കുന്നിക്ക് പിടിച്ചിട്ട് പുറത്തു തള്ളുക, എന്നിട്ട് ഭൂമി ഏറ്റെടുത്തു കൊടുക്കുക, എന്നിട്ട് മുതലാളിമാരുടെ കൈകളിലേക്ക് കൈമാറുക. റോഡ് വെട്ടുന്നതവരാൻ, എന്നിട്ടോ അതിനു ചുറ്റും ഷോപ്പിംഗ് മാളുകൾ ഉണ്ടാക്കുന്നതവരാൻ, ടോൾ ബൂത്തുകൾ സ്ഥാപിക്കുന്നവരാൻ. എന്നിട്ട് ടോൾ ബൂത്തുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടപ്രകാരം അവർക്ക് ടോൾ പിരിക്കാം. എത്ര വർഷം? 20 വർഷം. അത് കഴിഞ്ഞാൽ 10 വർഷം നീട്ടിക്കൊടുക്കാമോ? 10 വർഷം അവർക്ക് നീട്ടിക്കൊടുക്കാം. ആദ്യത്തെ 5 വർഷം അവർക്ക് ടാക്സ് ഇളവാൻ, എന്നിട്ട് അത് കഴിഞ്ഞാൽ അടുത്ത 5 വർഷത്തിന് അവർക്ക് 30% ഇളവാൻ. അതുകൊണ്ട് തീർന്നിട്ടുണ്ടോ? ഇല്ല. ഓരോ വർഷവും ടോൾ ബൂത്തിനകത്ത് 3%, 2% മുതൽ 5% വരെ വർദ്ധിപ്പിക്കുവാൻ, ടോൾ ചുങ്കം വർദ്ധിപ്പിക്കുവാനുള്ള അനുവാദമാണ്. അങ്ങനെ എന്റേതും നിങ്ങളുടേതുമായി ഞാനും നിങ്ങളും യാത്ര ചെയ്യുന്ന ഈ രാജ്യത്തെ പൊതുനിരത്തായ നാഷണൽ ഹൈവേ BOT അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ PPP പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പോടുകൂടി സ്വകാര്യ മുതലാളിമാർക്ക് കൈമാറുന്ന 1 കിലോമീറ്റർ നിങ്ങൾക്ക് നിങ്ങളുടെ കൊച്ചു വാഹനവുമായി യാത്ര ചെയ്യണമെങ്കിൽ 1.20 കൂടുതൽ 2 രൂപയോളം ചുങ്കം കൊടുക്കേണ്ടി വരുന്ന, പണമില്ലാത്തവൻ, പോക്കറ്റിൽ പണമില്ലാത്തവൻ റോഡിന് നേരെ നോക്കി നെടുവീർപ്പിടേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് വരാനിരിക്കുന്നു. അതുകൊണ്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പറയുന്നത് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ ഹൈവേ വികസനം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാകണം. പക്ഷേ അത് BOT അടിസ്ഥാനത്തിലാകാൻ പാടില്ല. അപ്പോൾ സർക്കാർ പറയുന്നു പിന്നീട് പണം എവിടെ നിന്നാൽ? ഞങ്ങൾ ചോദിക്കുന്നു പിന്നീട് നികുതി പണം എവിടെയാണ് പോകുന്നത്? കോടികൾ നമുക്ക് ദൂർത്തടിക്കുവാനുണ്ട്. ഈ രാജ്യത്തിന്റെ ബജറ്റ്, ഈ രാജ്യത്തിന്റെ മുൻഗണനാക്രമം മാറ്റിപ്പണിയണം എന്നതാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഞങ്ങൾക്ക് BOT അടിസ്ഥാനത്തിലല്ലാതെ പാലം പണിയാൻ പറ്റൂല, ഞങ്ങൾക്ക് BOT അടിസ്ഥാനത്തിലല്ലാതെ റോഡ് പണിയാൻ പറ്റൂല. അത് വെറുതെ വർത്തമാനം പറയുന്നതാണ്. ഈ രാജ്യത്തെ സാധാരണക്കാരൻ അനുഭവിക്കുന്ന റോഡുമായി ബന്ധപ്പെട്ട ഭരണകൂടത്തിന്റെ നിലപാടാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നെടുമ്പാശ്ശേരിയിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് ഹൈവേ ആര് പറഞ്ഞോ? നമ്മുടെ ഭരണകൂടം പറഞ്ഞോ? എന്തിനാണ് കൊടൈക്കനാലിലേക്ക് ഹൈവേ? എന്നാൽ തമിഴ്നാട് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ടോ? അത് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ലക്ഷ്യം ഏതുവരെയാണ്? മൂന്നാർ വരെ. അപ്പോൾ മൂന്നാർ വരെ ഇപ്പോൾ ഒരു ഹൈവേ ഇല്ലേ? അത്തരം ഒരു ഹൈവേ ഉണ്ട്. മൂന്നാറിലേക്ക് ഹൈവേ ഉണ്ട്, വളരെ ഭംഗിയുള്ള ഹൈവേ ഉണ്ട്, വല്ലാത്ത വളവും തിരിവുമില്ലാത്ത ഹൈവേ ഉണ്ട്. അങ്ങനെ മൂന്നാർ വരെ ഹൈവേ ഉണ്ടായിരിക്കെ തന്നെ കാട്ടിലൂടെ ഒരു ഹൈവേ. എവിടേക്ക്? മൂന്നാറിലേക്ക്. അതിന്റെ പേരോ കൊടൈക്കനാലിലേക്കുള്ള ഹൈവേ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയണം, ആർക്കു വേണ്ടിയാണ് കുറുക്കു വഴിയല്ലാത്ത ഈ കുരുട്ടുബുദ്ധി എന്ന് ചോദിച്ചാൽ അപ്പോഴാണ് നിങ്ങൾക്കറിയാൻ കഴിയുക നമ്മുടെ കുരുവിള സാറിന് ആ ഭാഗത്ത് അത്യാവശ്യം എസ്റ്റേറ്റും റിയൽ എസ്റ്റേറ്റ് ലോബികളുമുണ്ട് എന്ന കാര്യം അപ്പോഴാണ് അറിയാൻ കഴിയുക. ആ റോഡിന് 2008-2009 ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത് 98 ലക്ഷം രൂപയാണ്. എവിടെ നിന്ന് കിട്ടി? എന്തേ BOT കൊണ്ട് പണിതുകൂടെ? എന്തേ BOT പാലം പണിതുകൂടെ? പക്ഷേ 98 ലക്ഷം രൂപ ബജറ്റ് നീക്കിവച്ചിരിക്കുന്നു. അതാണ് ഞങ്ങൾ പറഞ്ഞത്, മുതലാളിമാരുടെ റിയൽ എസ്റ്റേറ്റ് ലോബികൾക്ക് പാലം പണിയാൻ ഈ രാജ്യത്തിന്റെ ബജറ്റിൽ BOT വേണ്ട, പണമുണ്ട്. അതിനപ്പുറത്തേക്ക് സാധാരണക്കാരൻ കാലുകുത്തുന്ന ഈ രാജ്യത്തിന്റെ പൊതുനിരത്ത് സ്വകാര്യവൽക്കരിക്കുന്നിടത്ത് ആർജവത്തോടുകൂടി നിലപാടെടുക്കാൻ നമ്മുടെ ഭരണകൂടത്തിന് കഴിയുന്നില്ല. കഴിഞ്ഞ പ്രതിരോധ ബജറ്റ് എത്ര? 1 ലക്ഷം കോടി രൂപ. എന്നിട്ട് അവസാനം അതിലേക്ക് നീക്കിവെച്ചത് എത്ര? 40,000 കോടി രൂപ. 1 ലക്ഷം കോടി രൂപ നീക്കിവെച്ചിടത്തേക്ക് വീണ്ടും 40,000 കോടി രൂപ അധികമായി നീക്കിവെക്കുന്നു. നിങ്ങൾ അറിയേണ്ടതുണ്ട്, 2000 മുതൽ 2002 തുടങ്ങിയ പണി
എന്നിട്ട് 2012 ആകുമ്പോഴേക്ക് നമ്മുടെ പ്രതിരോധ ബഡ്ജറ്റിന്റെ സംഖ്യ എത്രയാൽ, റോഡിന് വേണ്ടി വരുന്ന സംഖ്യ എത്രയാൽ. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ചൈന പറഞ്ഞിട്ട് ഒന്നുകൂടി പ്രതിരോധ ബഡ്ജറ്റ് കൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇൻഫർമേഷൻ, നിങ്ങൾക്ക് വിവരാവകാശ നിയമപ്രകാരം ഒരു വിവരവും കിട്ടാത്ത മേഖല അത് പ്രതിരോധ മേഖലയാണ്. ഏറ്റവും കൂടുതൽ വെള്ളാനകൾ വിലസുന്ന മേഖല, ആ മേഖലകളിലേക്ക് കോടികൾ എഴുതിത്തള്ളിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പറയുന്നു, ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് ഭരണകൂടം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണമിറക്കാനില്ലാത്തത് കൊണ്ടല്ല, രാജ്യത്തിന്റെ മുൻഗണനാക്രമം മാറണം. നമുക്കറിയാമല്ലോ, ലാൻഡ് അക്വിസിഷന് നീക്കിവെക്കുന്ന പണം എത്രയാണ്? ഞങ്ങൾ പറയുന്നു 45 മീറ്റർ നീക്കിവെക്കേണ്ട കാര്യമില്ലല്ലോ. എന്നിട്ട് ആ കൂടുതൽ നീക്കിവെക്കുന്ന പണം നിങ്ങൾ കൂടുതൽ ലാൻഡ് അക്വിസിഷൻ നടത്താതെ ആ പണം നിങ്ങൾ ഇതിലേക്ക് തിരിച്ചുവിട്ടാൽ നിങ്ങൾക്കൊരു പക്ഷേ 30 മീറ്റർ നിങ്ങൾക്ക് പണിയാൻ കഴിയും, അല്ലെങ്കിൽ 35 മീറ്റർ പണിയാൻ കഴിയും. നമുക്കറിയാമല്ലോ, അങ്ങനെ പണിത കാലഘട്ടം നമുക്ക് മുമ്പിലുണ്ട്. 30 മീറ്ററിൽ ഇന്ത്യൻ റോഡ് കോൺഗ്രസ് പറയുന്നത് ഹൈവേ വികസനത്തിന് 4 വരിപ്പാതക്ക് 30 മീറ്റർ മതിയാകുന്നതാണ്. 2002 ഉപരിതല ഗതാഗത വകുപ്പ് പറയുന്നത് 30 മീറ്റർ മതിയാകുന്നതാണ്. ഏറ്റവും അവസാനം കുറ്റിപ്പുറം ഇടപ്പള്ളി എന്ന് പറയുന്ന ഹൈവേയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനത്തെ ഗവൺമെന്റിന്റെ പ്രപ്പോസലിൽ പറയുന്നത് എത്രയാണെന്നറിയാമോ? ഓരോ കണക്കും എടുത്ത് പരിശോധിച്ചാൽ അതും 40ന്റെ ചുവടെയാണ്. എന്നിട്ടെന്തിന് 45 മീറ്റർ? ആ 45 മീറ്റർ എടുക്കുന്ന പണമുണ്ട് എങ്കിൽ എന്തുകൊണ്ട് BOT ഒഴിവാക്കിക്കൂടാ? അങ്കമാലി ചേർത്തല ഹൈവേ നിങ്ങൾ പഠിക്കണം. അങ്കമാലി ചേർത്തല ഹൈവേ ഈ 30 മീറ്റർ പണിത ഹൈവേയാണ്. അപ്പോൾ ലാൻഡ് അക്വിസിഷൻ അനാവശ്യമായി പാവപ്പെട്ട ജനവിഭാഗത്തെ ആട്ടിയിറക്കി എന്നിട്ടത് ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള വൻപാതകൾ പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭൂമി ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഒരവസരമായി കാണുന്നു. എന്നിട്ട് വൻ മതിലുകൾ കെട്ടുന്നു, വൻ ഷോപ്പിംഗ് മാളുകൾ വരുന്നു. ഈ അർത്ഥത്തിലുള്ള നടപടിക്രമങ്ങൾക്ക് തടയിടുവാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, എന്റെ സഹപ്രവർത്തകരോട് എനിക്ക് പറയുവാനുള്ളത്, ഈ സമരം അതിന്റെ ലക്ഷ്യത്തിലെത്തിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. കൈവച്ചതൊന്നും വെറുതെ ആയിട്ടില്ല എങ്കിൽ, തൊട്ടതെല്ലാം പൊന്നാക്കിയിട്ടുണ്ട് എങ്കിൽ, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ സഹപ്രവർത്തകരോട് പറയുന്നു, ഈ രാജ്യത്തെ ജീവൽ പ്രശ്നങ്ങളിൽ ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗം നമ്മുടെ കൂടെ നിൽക്കുമെങ്കിൽ ഈ സമരവും നീതി ലഭ്യമാക്കുന്നതുവരെയുള്ള ആത്യന്തികമായ ഒരു പോരാട്ടത്തിന്റെ തലത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ലക്ഷ്യമാക്കുന്നത് എന്ന് എന്റെ സഹപ്രവർത്തകർ അറിയണം. നിങ്ങൾക്കറിയില്ലേ, എക്സ്പ്രസ് ഹൈവേയുമായി ബന്ധപ്പെട്ടത് കൊണ്ടുവന്ന ഒരു മന്ത്രിയുണ്ട്. സ്വപ്നലോകത്തോടുകൂടി വിരാജിക്കുന്ന ഒരു മന്ത്രി. അദ്ദേഹം ആ പദ്ധതി കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ ഓർക്കുന്നു, ഞങ്ങൾ സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട 3 പഞ്ചായത്ത് പ്രസിഡന്റുമാർ പങ്കെടുത്തു. എന്തുകൊണ്ട്? ഈ രാജ്യത്തിന്റെ ജനഹിതത്തെ മാനിക്കുന്നത് കൊണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയണം, ആ അർത്ഥത്തിൽ ഈ രാജ്യത്ത് എക്സ്പ്രസ് ഹൈവേയുമായി ബന്ധപ്പെട്ട പദ്ധതി കടന്നു വന്നപ്പോൾ പൂവാട്ട് പറമ്പിലെ പാവപ്പെട്ട പങ്ങന്മാരാണ് അവരുടെ കൈക്ക് പിടിച്ചത് എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഉദ്യോഗസ്ഥന്മാർ വീട്ടിനകത്തേക്ക് എന്നിട്ട് പറമ്പിനകത്തേക്ക് കയറിയിട്ട് തെങ്ങിലും മാർക്ക് ചെയ്യുമ്പോ അവിടെ ആണുങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ അമ്മമാരും ഉമ്മമാരും ചെന്നിട്ട് ഉദ്യോഗസ്ഥന്മാരെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ഏമ്മമാരെ ഇത് ഞങ്ങളുടെ ഭൂമിയാണ്, ഞങ്ങളെ ഭൂമിയിൽ തൊട്ട് കളിച്ചാൽ നന്നായി വരൂല. എന്നിട്ട് അവരെ ബന്ധനസ്ഥരാക്കിയിട്ട് വീട്ടുതടങ്കലിൽ വെച്ചിട്ടാണ് കൈകാര്യം ചെയ്തത് എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. ലാൻഡ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട തൃപ്തികരമായ പുനരധിവാസ പാക്കേജ് ഇല്ലാതെയാണ് വീടിന്റെ കതക് മുട്ടുന്നത് എങ്കിൽ ഉമ്മമാര് കുറ്റിച്ചൂലുമായി ഇറങ്ങുന്ന കാലമാണ് വരാനിരിക്കുന്നത് എന്നും, അതുകൊണ്ട് തൃപ്തികരമായ പാക്കേജ് ഇല്ലാതെ ഭരണകൂടം അത്തരം പദ്ധതിയുമായി രംഗത്തിറങ്ങരുത് എന്നും ഈ സന്ദർഭത്തിൽ ഉണർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുക. ഞങ്ങൾ അവരോടൊപ്പമാണ് നിൽക്കുക. എന്തുകൊണ്ട്? അവരുടെ വീടിന്റെ പ്രശ്നമാണ്. നിങ്ങൾക്കറിയില്ലേ, മൂലമ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് ശക്തമായ അതുപോലെ തന്നെ തൃപ്തികരമായ പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞിട്ട് 2 കൊല്ലമായിരിക്കുന്നു. ഈ 2 കൊല്ലം കഴിഞ്ഞിട്ടും ഇപ്പോഴും മൂലമ്പള്ളിയിൽ നിന്ന് ഒരു ഘട്ടത്തിൽ JCB വന്നിട്ട് പാവപ്പെട്ട കുട്ടികളുടെ സ്കൂൾ ബാഗ് വരെ പിടിച്ചെടുത്തിട്ട് ദൂരേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അമ്മമാരും ഉമ്മമാരും ആർത്തട്ടഹസിച്ചപ്പോൾ ഈ രാജ്യത്തെ ഒരു വലിയ വിഭാഗത്തെ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്കറിയാമോ, ഈ 2 കൊല്ലം കഴിഞ്ഞിട്ടും ഇവിടെ പല ആളുകളും കൊച്ചാക്കുന്ന ഈ രാജ്യത്തെ കൊച്ചു ആദർശ യുവജന പ്രസ്ഥാനമായ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പണിതുകൊടുത്ത കുടിലിനകത്താണ് ഇപ്പോഴും മൂലമ്പള്ളി നിവാസികൾ കഴിഞ്ഞുകൂടുന്നത് എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഇനി കുടിയിറക്കപ്പെട്ടവന് കുടിൽ കെട്ടുന്ന പണിയല്ല സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എടുക്കുന്നത്, കുടിയിറക്കപ്പെടുന്നവനെ പുനരധിവസിപ്പിക്കും വിധമുള്ള അഡ്ജസ്റ്റ്മെന്റിലേക്ക് ഭരണകൂടത്തെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ പ്രക്ഷോഭം ഈ രാജ്യത്തെ പാവപ്പെട്ട ജനവിഭാഗത്തിന് നീതി ലഭിക്കുവാനുള്ള പ്രക്ഷോഭം മാത്രമാണ്, മറ്റാരോടുമുള്ള ഏതെങ്കിലും വിയോജിപ്പിന്റെ അടിസ്ഥാനത്തിലല്ല. ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു, നമ്മുടെ രാജ്യത്ത് ഒരുപാട് പദ്ധതികൾ ഈ രാജ്യത്ത് വഴിയിൽ കിടക്കുകയാണ്. തൃശ്ശൂരിൽ നിന്ന് കുറ്റിപ്പുറം, പാലക്കാട് ഷൊർണൂർ, അതുപോലെ തന്നെ നമ്മുടെ MC റോഡ്, ആലപ്പുഴ ബൈപ്പാസ്, കൊല്ലം ബൈപ്പാസ്,
ബൈപ്പാസ്, അതുപോലെ തന്നെ ഈ രാജ്യത്തെ മാഹി ബൈപ്പാസ്, ഒരുപാട് റോഡുകൾ കുണ്ടോ കുളമോ എന്നറിയാതെ കുണ്ടുകുളമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോഴുള്ളത് എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് വല്ല ആലോചനയും അതിനെക്കുറിച്ച് ആലോചനയില്ല. പദ്ധതികൾ തലക്കുമേലെ വന്ന് വീഴുകയാണ്. അത് മുകളിൽ നിന്ന് ഏമാന്മാർ നമ്മോട് കൽപ്പിക്കുകയാണ്. ഇവിടെ വിവേകത്തോടുകൂടി വിവേചനത്തോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണാൻ ഈ രാജ്യത്തെ ജനവിഭാഗത്തിന് സാധിക്കേണ്ടതുണ്ട്. ഗതാഗത കുരുക്കിൽപ്പെട്ട് ഉഴയുന്ന ഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞു പോകരുത് ഈ പാവപ്പെട്ട ജനവിഭാഗത്തിന്റെ കുടിയൊഴിപ്പിക്കുന്ന വിഷയം നമുക്ക് വിഷയമല്ല എന്ന. ഞങ്ങൾ ഗതാഗത വികസനത്തിനെതിരല്ല. പക്ഷേ ഈ രാജ്യത്തെ ഒരു വലിയ ജനവിഭാഗത്തെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടും നമ്മുടെ പൊതുസ്വത്ത് സ്വകാര്യവൽക്കരിച്ചുകൊണ്ടുമല്ല ഈ രാജ്യത്ത് വികസനം നടക്കേണ്ടത്. അവസാനിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഉത്തരവാദപ്പെട്ട മന്ത്രി ഒരുപാട് റോഡ് നമ്മുടെ മുമ്പിലുണ്ട്. മലയോര ഹൈവേ പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് തീരദേശ ഹൈവേ പ്രഖ്യാപിച്ചിരിക്കുന്നു. NH 17-47 ഭൂമിയെടുപ്പ് എന്ന് പറയുന്നത് അതിന് പാക്കേജ് ഇല്ല, പദ്ധതിയില്ലാതെ രാജ്യം ഭരണകൂടം ഉഴലുന്നു. ഇതിനൊക്കെ ഇടക്കാണ് നമ്മുടെ ജോസഫ് സാർ ഇടയ്ക്കിടയ്ക്ക് തെക്ക് വടക്ക് പാത തെക്ക് വടക്ക് പാത തെക്ക് വടക്ക് പാത എന്നിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. ഒരൊറ്റ കാര്യം ഞാൻ പറയാണ്, ഇത് തന്നെയാണ് പഴയ മന്ത്രിയുടെ അസുഖം. ഭരണത്തിൽ നിന്ന് അങ്ങ് ഇറങ്ങാൻ നേരത്തെ അദ്ദേഹം തെക്ക് വടക്ക് പാത എന്നല്ല പറഞ്ഞത്, എക്സ്പ്രസ് ഹൈവേ. പക്ഷേ അദ്ദേഹം ഇപ്പോൾ തെക്ക് വടക്കാണ് എങ്കിൽ ഈ അർത്ഥത്തിൽ ജനഹിതം മാനിക്കാതെയുള്ള നിലപാടുകൾ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അതും ശക്തമായ തിരിച്ചടിയായിട്ട് മാറും. ഇതൊക്കെ പറയുമ്പോൾ പറയട്ടെ, തെക്ക് വടക്ക് പാതയുടെ വിശദാംശങ്ങൾ വരട്ടെ. നമുക്ക് അനിവാര്യമാണോ ചർച്ച ചെയ്യട്ടെ, ജനകീയമായ സംവാദങ്ങൾ നടക്കട്ടെ. നമ്മൾ തീരുമാനിച്ച മലയോര ഹൈവേ അവിടെ കിടക്കുന്നുണ്ട്, നമ്മൾ തീരുമാനിച്ച തീരദേശ ഹൈവേ അവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് ഇപ്പോഴും കുണ്ടുകുളത്തുനിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത കുണ്ടും കുളങ്ങളുമുള്ള റോഡുകൾ കിടക്കുന്നുണ്ട്. അതിലൊക്കെ തീരുമാനമാക്കുന്നതിനെ കുറിച്ച് ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഗൗരവത്തോടു കൂടിയുള്ള ചർച്ചകൾ ആരംഭിക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ വിവേകത്തോടു കൂടിയാണ് നമ്മുടെ രാജ്യത്തെ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നുള്ള നിലപാടുകൾ ഉണ്ടാകേണ്ടത് എന്ന് മാത്രമാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആഗ്രഹിക്കുന്നത്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യനായ മാധ്യമം എഡിറ്റർ ഒ അബ്ദുറഹ്മാൻ സാഹിബിനെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. പ്രിയ സുഹൃത്ത് അധ്യക്ഷൻ ജനാബ് പി മുജീബുർ റഹ്മാൻ, ഈ പരിപാടിയിൽ പ്രഭാഷണം നിർവഹിക്കേണ്ട എൻ്റെ മാന്യസ്നേഹിതൻ ബഹുമാനായ MLA ജനാബ് KT ജലീൽ, ഡോക്ടർ A അച്യുതൻ, ശ്രീ CR നീലകണ്ഠൻ, ജനാബ് ഖാലിദ് മുണ്ടപ്പള്ളി, ജനാബ് VB മുഹമ്മദ് അലി, TK സുധീർ കുമാർ, സലീം അംബാർ, NK അബ്ദുസ്സലാം, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദേശീയപാത വികസിപ്പിക്കുക, വിൽക്കരുത് എന്ന ബാനറിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സംഘടിപ്പിക്കുന്ന റാലിയിലാണ് ഇപ്പോൾ നമ്മൾ സംവദിക്കുന്നത്. ഈ ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ ഉജ്ജ്വലമായ ഒരു റാലി നടത്തി. അതിനുശേഷം ഇപ്പോൾ പൊതുസമ്മേളനം നടക്കുന്നു. പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച ജനാബ് മുജീബുർ റഹ്മാൻ എന്തുകൊണ്ട് ഇപ്പോൾ ഗവൺമെന്റുകളുടെ പരിഗണനയിലിരിക്കുന്ന അതിവേഗ പാത എന്ന നിർദ്ദേശങ്ങളെ സോളിഡാരിറ്റി എതിർക്കേണ്ടി വരുന്നു, എവിടെയാണ് വിയോജനം എന്ന കാര്യം ഏതാണ്ട് വസ്തുനിഷ്ഠമായി തന്നെ പറഞ്ഞുവിടും. ആ വിശദാംശങ്ങളിലേക്ക് ഈ സന്ദർഭത്തിൽ ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ പൊതുവായ ചില കാര്യങ്ങളും അടിസ്ഥാനങ്ങളും നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഒന്നാമത്തെ കാര്യം, നമ്മുടെ രാജ്യത്തിന് മൊത്തമായും നമ്മുടെ കേരളത്തിന് വിശേഷമായും ഒരു കൃത്യമായ വികസന നയം ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. എല്ലാവരും പറയുന്നത് വികസനത്തെക്കുറിച്ചാണ്. എല്ലാവർക്കും വേണ്ടത് വികസനമാണ്. അതിൽ ഇടത് വ്യത്യാസമോ വലത് വ്യത്യാസമോ വലതിൽ വലതോ ഇടതിൽ ഇടതോ ഒന്നുമില്ല വ്യത്യാസം. എല്ലാവർക്കും വേണം വികസനം. സമ്മതിച്ചു, വികസനം തന്നെ വേണ്ടത്. പക്ഷെ എങ്ങനെ വേണം വികസനം? ആരുടെ വികസനം? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുമ്പോഴാണ് നമ്മളാകെ കുടുങ്ങിപ്പോകുന്നത്. ലോകതലത്തിൽ തന്നെ ഇന്ന് വികസനമാണ് നടക്കുന്നത്, സംശയമില്ലാത്ത കാര്യം. ഈ വികസനത്തിന്റെ ഇരകളാണ് പക്ഷെ ലോകത്തിലെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷം. അവിടെയാ കുഴപ്പം. ലോകത്തിൽ 1/5 മനുഷ്യൻ തീർത്തും പട്ടിണി കിടക്കുന്നു എന്ന കണക്ക് എന്റേതല്ല, നിങ്ങളുടേതല്ല, സാക്ഷാൽ ഐക്യരാഷ്ട്രസഭയുടേതാണ്. ആഹാരത്തിന് വകയില്ലാതെ, കുടിവെള്ളത്തിന് വകയില്ലാതെ കോടാനകോടി ജനങ്ങൾ കഷ്ടപ്പെടുമ്പോഴാണ് മറ്റൊരു ഭാഗത്ത് വികസന മന്ത്രം നടക്കുന്നത്.
ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി വിശപ്പിനെതിരായ പോരാട്ടം എന്നാ പറയുന്നു. ആ വിശപ്പിനെതിരായ പോരാട്ടം എങ്ങും എത്തിയില്ല എന്ന് അന്താരാഷ്ട്ര വിശപ്പ് ദിനത്തിലെ അടുത്ത ദിവസം അതിലെല്ലാ കണക്കുകളും വന്നു. കണക്കുകൾ വരികയാണ്. പക്ഷേ മനുഷ്യന്റെ ഏറ്റവും പ്രാഥമികമായ അവകാശമാണല്ലോ വിശക്കാതെ അല്ലെങ്കിൽ വിശക്കുന്ന മനുഷ്യന് ആഹാരം കിട്ടുക എന്നുള്ളത്. ആ കാര്യത്തിലേക്ക് ശ്രദ്ധ പോകുന്നില്ല. കുടിവെള്ള പ്രശ്നത്തിലേക്ക് ശ്രദ്ധ പോകുന്നില്ല. ഷെൽട്ടർ ഇല്ലാതെ ഒരു പാർപ്പിടമോ കുടിലോ പോലെ ഇല്ലാതെ അനേകം ലക്ഷം അല്ലെങ്കിൽ അനേകം കോടി ജനങ്ങൾ ലോകത്തുണ്ട്. അവരുടെ പ്രശ്നങ്ങളല്ല നമ്മുടെ അജണ്ടയിൽ സ്ഥലം പിടിക്കുന്നത്. ഭ്രാന്തമായ മറ്റൊരു തരത്തിലുള്ള വികസനമാണ്. ആ വികസനത്തിന്റെ ലക്ഷണമാണ് ഇപ്പോൾ സാധാരണ റോഡുകളിലൂടെ അല്പം ബുദ്ധിമുട്ടി വണ്ടി ഓടിക്കുന്നവർക്കൊക്കെ മണിക്കൂറിൽ 100, 150, 200 കിലോമീറ്റർ വേഗതയിൽ കുതിച്ചു പായാൻ റോഡുകൾ വേണം. അല്ലെങ്കിൽ രാജ്യം പുരോഗതി പ്രാപിക്കില്ല. അതും പോരാ, ഭൂമിയിൽ മാത്രം ഇരുന്നാൽ പോരാ, ചന്ദ്രയാനിലൂടെയോ മറ്റേതോ വിധത്തിൽ ചന്ദ്രനിലെത്തണം. അവിടെ വെള്ളത്തിന്റെ ലക്ഷണം കണ്ട സ്ഥിതിക്ക് ഇനി ഏതായാലും അവിടെ കുടിയേറി പറത്തി മതിയാവും. നമ്മുടെ സ്വപ്നങ്ങൾ ഇങ്ങനെ വളർന്നു പോവുകയാണ്. ഇതിനൊക്കെ ആരെങ്കിലും ഒന്ന് വിമർശിച്ചാൽ, അല്ലെങ്കിൽ ഇങ്ങനെയല്ല മുൻഗണനക്രമം വേണ്ടത് എന്ന് പറഞ്ഞു പോയോ, അയാൾ ലോക മഹാപിന്തിരിപ്പൻ, അയാൾ വികസനത്തിന്റെ ശത്രു. ഇങ്ങനെ ഒരു സമവാക്യം തന്നെ രൂപപ്പെട്ടിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞ, അതാണ് ആദ്യമായി നമ്മൾ പരിശോധിക്കേണ്ട കാര്യം എന്ന്. എന്തിനും സ്ഥിരമായി ചില ഉദാഹരണങ്ങൾ. അതാണ് ട്രാക്ടർ വന്നപ്പോൾ എതിർത്തവരല്ലേ നിങ്ങൾ? മുമ്പ് ട്രാക്ടർ വന്നപ്പോ കന്നുകൂട്ടിനെ ന്യായീകരിച്ചുകൊണ്ട് നിങ്ങൾ അത് എതിർത്തില്ലേ? റെയിൽവേ പാത വന്നപ്പോൾ എതിർത്തില്ലേ? അതുപോലെ തന്നെ ഇതും എന്ന് പറഞ്ഞു. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? ട്രാക്ടർ വന്നപ്പോ അന്നത്തെ ആളുകൾ എതിർത്തിട്ടുണ്ട്, സത്യമാണ്. എതിർക്കേണ്ടത് കൊണ്ട് എതിർത്തതാണ്, വെറുതെ എതിർത്തല്ല. ആയിരക്കണക്കിന് കർഷക തൊഴിലാളികൾ തൊഴിൽ രഹിതരാകുമ്പോൾ തീർച്ചയായിട്ടും എതിർക്കും. ഈ മഹാ അബദ്ധം ഇന്ത്യ രാജ്യത്തിന് പഠിപ്പിച്ചു കൊടുത്ത ആരാ നിങ്ങൾക്കറിയോ? ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാ. യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള തുണി വ്യവസായം ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് കാലത്ത് വന്നപ്പോ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കതർ കൈകൊണ്ട് നെയ്തുണ്ടാക്കുന്ന ചർക്കൊണ്ടുണ്ടാക്കുന്ന നൂലുകൊണ്ട് കതറുണ്ടാക്കിയ മണ്ടത്തരം കാണിച്ചു കൊടുത്തത് ഗാന്ധിജിയാണ്. മനസ്സിലാക്കണം. അന്നും ഇത് പറയായിരുന്നു. ഇപ്പൊ ഇന്നും വലിയ ആദർശത്തിന്റെ പ്രതീകമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ടല്ലോ ഈ ഖാദി. ഗാന്ധിജിയെ നിരന്തരം അവമാനിക്കുകയാണെങ്കിലും സംഭവം നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതാ പ്രശ്നം. അതാണ് യാഥാർത്ഥ്യബോധത്തോടുകൂടി വികസനത്തെ സമീപിക്കുന്നില്ല എന്നിടത്താണ് കുഴപ്പം കിടക്കുന്നത്. തുണിമിൽ ഉപയോഗിക്കാവുന്ന സംഗതി എതിരായതുകൊണ്ട്, ഹറാമായതുകൊണ്ട് അല്ല ഈ പ്രശ്നം. ലക്ഷക്കണക്കിന് മനുഷ്യരെ വഴിയാധാരമാക്കി തൊഴിൽ രഹിതരാക്കിയിട്ട് ആവരുത് വികസനം എന്ന തത്വമാണ് അതിൽ കിടക്കുന്ന കാര്യം. ഇത് തന്നെയാണ് ട്രാക്ടറിന്റെ പ്രശ്നത്തിൽ ഉണ്ടായത്. ഇപ്പൊ കർഷക തൊഴിലാളികളോ കന്നുകളോ ഒന്നും ഇല്ലാത്തടത്ത് ട്രാക്ടർ വരണ്ടെന്നോ അല്ലെങ്കിൽ കൊയ്ത്ത് യന്ത്രം വേണ്ടെന്നോ ആരും പറയില്ല. കാലവും ലോകവും മാറി. ഇതുപോലെ എല്ലാ കാര്യങ്ങളെയും എതിർക്കുന്നു. അത് ട്രാക്ടർ വന്നപ്പോ എതിർത്ത മാതിരിയാന്ന് പറയല്ല വേണ്ടത്. ഇത് ജനങ്ങളെയാണ് മൗലികമായി ബാധിക്കുന്നത്. പ്രത്യേകിച്ച് പ്രാന്തവൽക്കരിക്കപ്പെട്ടവരോ ജീവിതത്തിന്റെ പുറംപോക്കിൽ പോലും സ്ഥലമില്ലാത്തവരോ അല്ലെങ്കിൽ ഇരിപ്പിടമില്ലാത്തവരോ ആയ മനുഷ്യജീവികൾ, അങ്ങനെയുള്ളവരുടെ മൗലികമായ അവകാശങ്ങൾ നേരെ കടന്ന കയ്യേറ്റമാണ് എന്ന് കാണുമ്പോൾ തീർച്ചയായും മാനവിക പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ ആരായാലും, സോളിഡാരിറ്റി എന്ന വ്യത്യാസമൊന്നുമില്ല, ഏത് മനുഷ്യരായാലും അതിൽ എതിർക്കാതിരിക്കാൻ പറ്റില്ല. എതിർക്കുന്നത് വികസനത്തെയല്ല, ഈ മനുഷ്യർക്ക് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇത് അംഗീകരിക്കാതെ പോകുമെന്ന് സംഭവിക്കുന്നു. അത് നമ്മൾ കണ്ടു. അതായത് ജനങ്ങളിൽ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർ, നമ്മുടെ രാജ്യത്തിലെ കണക്കനുസരിച്ച് ഏതാണ്ട് 32 കോടി ആളുകൾ BPL-കാരാണ്, ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കിടക്കുന്നവരാണ്. ഇങ്ങനെയുള്ള ആദിവാസികളും ദളിതരും അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗങ്ങളും അതൊന്നുമല്ലാത്ത എല്ലാ സമുദായത്തിലും പെട്ട പട്ടിണി പാവങ്ങളും, പ്രത്യേകിച്ച് ജാതി മതമൊന്നും അതിനകത്തില്ല, ഇങ്ങനെയുള്ള എല്ലാവരും ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ കുടിയൊടിപ്പിച്ച് ബഹുരാഷ്ട്ര കുത്തകളെ കുടിയിരുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തീർച്ചയായും എതിർപ്പുണ്ടായി. എന്താ പിന്നെ ബംഗാളിലെ പ്രശ്നം, സിന്ദൂരിലെയും നന്ദിഗ്രാമിലെയും പ്രശ്നം എന്താ? പ്രശ്നം അവിടെ വലിയ ബംഗള വ്യവസായങ്ങൾ വരാൻ പാടില്ല എന്നല്ല, ടാറ്റ അവിടെ കാറുണ്ടായിക്കൂടാ എന്നല്ല. അങ്ങനെ വരുമ്പോൾ പരമ്പരാഗതമായി കൃഷി ജീവിക്കുന്ന ആളുകളെ അവിടെ നിന്ന് ഒടിപ്പിച്ചെടുത്ത് അവരെ വഴിയാധാരമാക്കി അങ്ങനെ ചെയ്യരുതെന്നല്ലേ എതിർപ്പുണ്ടാകുന്നത്. പക്ഷേ ഇപ്പോഴുള്ള വീക്ഷണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ അശ്രീകരങ്ങളാണ്, ഇതൊക്കെ മാർഗമധ്യയുള്ള തടസ്സങ്ങളാണ്. നമുക്ക് മുന്നോട്ട് വികസനത്തിന്റെ ഈ അതിവേഗ പാതയിലേക്ക് കുതിച്ചു പായുമ്പോൾ അതിന് മുമ്പിലുള്ള അവലക്ഷണങ്ങളാണ്. എല്ലാറ്റിനെയും വെടിവെച്ച് വീഴ്ത്തണമെന്ന മനസ്സുമായിട്ടാണ് നടക്കുന്നത്. സാധിക്കാത്തതുകൊണ്ടാണ് വെടിവെക്കാത്തത്, സാധിക്കുന്നിടത്ത് അതും ചെയ്യുന്നു.
ഈ മനസ്ഥിതി മാറുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. സാധാരണ മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശം ഉറപ്പ് വരുത്തിയതിനു ശേഷമുള്ള വികസനത്തെ ആരും എതിർക്കില്ല. റോഡ് വരട്ടെ, നല്ല വീതിയുള്ള റോഡുകൾ വരട്ടെ, എല്ലാ തരത്തിലുള്ള വികസനവും വരട്ടെ, ഒരു വിരോധവുമില്ല, എതിർപ്പില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് യാഥാർത്ഥ്യബോധം വേണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കൃഷിഭൂമി. ഇപ്പോൾ ലോകം മുഴുവൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം അത് ഇന്ത്യ രാജ്യം അനുഭവിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളം അനുഭവിക്കും. നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റ്. നമുക്ക് അരി പുറത്തുനിന്ന് വരണം, നമുക്ക് ഗോതമ്പ് ഏതായാലും പുറത്തുനിന്ന് വരണം, നമുക്ക് പഞ്ചസാര പുറത്തുനിന്ന് വരണം, പച്ചക്കറിയും കോഴിമുട്ടയും അടക്കം പുറത്തുനിന്ന് കിട്ടണം. ഒരു സാധനവും ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു പരിസരത്ത് എത്തി നിൽക്കുന്ന കേരളത്തിൽ, ഇന്ത്യയിൽ ജനസാന്ദ്രതയിൽ 3-ാം സ്ഥാനത്താണ് കേരളം നിൽക്കുന്നത്. നമുക്കറിയാം 819 മനുഷ്യരാണ്. കൃഷി എന്ന് പറയുന്ന ഒരു കാര്യം മ്യൂസിയത്തിൽ പോയാൽ പോലും കാണാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്കല്ലേ ഇത് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. 9 ലക്ഷം ഹെക്ടേർ സ്ഥലത്ത് 1970-കളിൽ നെൽകൃഷി നടത്തിയിരുന്ന കേരളത്തില് ഇപ്പോ അത് വെറും 2.5 ലക്ഷമായി കണക്കുകൾ ഒതുങ്ങിയിരിക്കുന്നു. അത് കണക്കിൽ മാത്രമാണ്, പാടത്ത് പോയാൽ നെല്ല് കാണില്ല, കാര്യം വേറെ. ഈ ഒരവസ്ഥയിൽ എത്തിയിടത്ത് ഇനിയുള്ളതും എങ്ങനെയെങ്കിലും നികത്തി അവിടെ കെട്ടിടങ്ങളും വരണം, അവിടെ റോഡ് വരണം, മറ്റേത് വരണം, മറിച്ചേത് വരണം എന്ന് പറഞ്ഞാൽ കേരളം എങ്ങോട്ട് പോകും? എന്താവും? ഇത് ആലോചിക്കേണ്ടതല്ലേ? ഇത് ആലോചിക്കാൻ പാടില്ല എന്ന് പറയും. മറുഭാഗത്ത് ഇതിനെ ദുരന്തം അനുഭവിക്കുന്നു. 1 കിലോഗ്രാം അരിക്ക് 15-16 രൂപ കൊടുത്തിരുന്ന അവസ്ഥ മാറി 5-6 മാസം കൊണ്ട് ഇപ്പോ 23-24 രൂപ കൊടുത്താൽ അരി കിട്ടുള്ളൂ എന്ന അവസ്ഥയുണ്ടായി. പഞ്ചസാരയുടെ വില എവിടെ എത്തി നിൽക്കുന്നു? പരിപ്പിന്റെയും ചെറുപയറിന്റെയും വില എവിടെ നിൽക്കുന്നു? ഉള്ളിയുടെയും തക്കാളിയുടെയും വില എവിടെ നിൽക്കുന്നു? യാതൊന്നും കൃഷി, കോഴിമുട്ട ഇപ്പൊ സാധാരണ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന തേങ്ങയ്ക്ക് കോഴിമുട്ടയുടെ പോലും വിലയില്ല. ഈ അവസ്ഥയിൽ എത്തി നിൽക്കുന്ന കേരളം, ആ കേരളത്തിൽ ഇനിയും എന്തിന്റെ പേരിലാണെങ്കിലും കൂടുതൽ സ്ഥലം കൃഷിയോഗ്യമല്ലാതാക്കി തീർക്കുക, കൃഷിരഹിതമായ ഭൂമിയാക്കി മാറ്റുക എന്ന പ്രക്രിയയ്ക്ക് എവിടെ വെച്ചെങ്കിലും തടയിടേണ്ടതല്ലേ? അതിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ ആവശ്യമല്ലേ? കൃഷിയിലേക്ക് പാടത്തേക്ക് തിരിച്ചു പോവുക എന്ന് പറഞ്ഞ മുദ്രാവാക്യമൊക്കെ മുഴക്കി നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ ഗംഭീരമായിട്ട് തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്ത് പോയി കൃഷിയൊക്കെ ചെയ്തു. സംസ്ഥാന തലത്തിലുള്ള പരിപാടിയായിരുന്നു. ഈ അടുത്ത ദിവസം അതിനെന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ ആലോചിച്ചോ? അവിടെ കൃഷി ഇറക്കിയ വിത്ത് ആ പ്രദേശത്തിന് പറ്റിയതല്ലാത്തതുകൊണ്ട് അതൊക്കെ നശിച്ചുപോയി. രണ്ടാമത് അവിടെ വീണ്ടും കൊള്ളാവുന്ന വിത്ത് ഇറക്കി കൃഷിയൊക്കെ ചെയ്തു. കൃഷി ചെയ്ത് വിളവെടുക്കാൻ നോക്കുന്ന സമയത്ത് കൊയ്ത്തുകാരെ കിട്ടുന്നുണ്ടോ? ഇല്ല. അവസാനം യന്ത്രം കൊണ്ടുവരാൻ കഴിഞ്ഞു, യന്ത്രവുമില്ല. പിന്നെ എന്തായി? അപ്പൊ പോയവരൊക്കെ നെൽപ്പാടത്ത് നിന്ന് മടങ്ങി. ഇനി അവർ സത്യം ചെയ്തിരിക്കും, ജനിച്ചത് സത്യമാണെങ്കിൽ ഇനി വെൽവേലയ്ക്കില്ലാതെ. കാരണം ആ അവസ്ഥയിലേക്ക് മൊത്തം എത്തിച്ചിരിക്കുന്നു. സമഗ്രമായ വികസനത്തെക്കുറിച്ച് കാഴ്ചപ്പാടേ ഇല്ലാതെ ഇതുപോലെയുള്ള ചില പ്രഹസനങ്ങൾ കൊണ്ട് കേരളത്തെ രക്ഷിക്കാൻ ആർക്ക് കഴിയും? അപ്പൊ നെൽപ്പാടത്തേക്ക് പോകേണ്ടത് തന്നെയാണ്. പക്ഷെ അതിനുള്ള അടിസ്ഥാനപരമായ സൗകര്യങ്ങളോ സംവിധാനമോ രാജ്യത്തില്ല. തൊഴിലാളികളെ കിട്ടാനില്ല. ഒറീസയിൽ നിന്നും ബംഗാളിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ തൊഴിലാളികളെ കൊണ്ടുവന്ന് എത്ര കാലം പണിയെടുപ്പിക്കാൻ പറ്റും? അവിടെ നിന്ന് പോലും കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരിക്കും. ഇതാണ് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേ അവസരത്തിൽ തന്നെ നമ്മൾ പറയുന്നു, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം വൻകിട വ്യവസായങ്ങൾക്കെതിരെ മുഖം തിരിച്ചു നിന്നാൽ തൊഴിലില്ലാപ്പട എങ്ങനെ പോറ്റുമെന്ന് ഒട്ടും യാഥാർത്ഥ്യബോധമില്ലാത്ത കാഴ്ചപ്പാടാകുന്നു ഇത്. കേരളത്തിന്റെ സാഹചര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ വൻകിട വ്യവസായങ്ങൾക്ക് ആവശ്യമായ ഭൂമി ഇവിടെ ലഭ്യമല്ല, അതിനാവശ്യമായ വൈദ്യുതി ഇവിടെ ലഭ്യമല്ല, അതിനാവശ്യമായ വെള്ളം പോലും ലഭ്യമല്ല. ഈ വ്യവസായങ്ങളിൽ നിന്നുള്ളതായ വിസർജ്യങ്ങളും മാലിന്യങ്ങളും സംസ്കരിക്കാനുള്ള സംവിധാനവും കേരളത്തിലില്ല. ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മാത്രമേ കേരളത്തിന് മുന്നോട്ട് നീങ്ങാൻ കഴിയൂ. അതോ അതിന്റെ മറുവശം എന്താണ്? ഇനി ഈ വൻകിട വ്യവസായങ്ങൾ എന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന ഓരോന്നിന്റെ അവസ്ഥ എന്താണ്? എത്ര ശതമാനമാണ് അവിടെ കേരളീയർ ജോലി ചെയ്യുന്നത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഭൂരിപക്ഷവും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന്, കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്ന തൊഴിലാളികൾ കൊണ്ട് പണിയെടുപ്പിച്ചുകൊണ്ടാണ് ഉള്ള ഫാക്ടറികൾ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തൊഴിലില്ലായ്മയുടെ മറുവശമാണിത്. എന്തുകൊണ്ടെന്നാൽ കേരളത്തിൽ കാർഷിക മേഖലയിൽ മാത്രമല്ല മറ്റെല്ലാ മേഖലകളിലും അധ്വാനിക്കുക എന്ന് പറയുന്ന ശൈലി തന്നെ, ജീവിതശൈലി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. വൈറ്റ് കോളർ മനോഭാവം നമ്മളിൽ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലേക്കും വീടുകളിലേക്കും വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതും നമ്മൾ കാണണം. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു പുനരാലോചന തീർച്ചയായിട്ടും ആവശ്യമാണ്. കേരളത്തിന്റെ വികസനം എന്ന് പറയുമ്പോഴേക്ക് കുറെ വൻകിട വ്യവസായങ്ങളോ അതുപോലെ അതിവേഗ പാതകളോ വരികയല്ല. നിലവിലുള്ള യാഥാർത്ഥ്യം കണക്കിലെടുത്തുകൊണ്ട് പരിമിതമായ സംവിധാനം, അതായത് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു 30-35 മീറ്ററിലൊക്കെ ഉള്ള റോഡുകൾ നല്ല രീതിയിൽ. അപ്പോ ഇത്രയും ജനസാന്ദ്രതയുള്ള, ഭൂമി വളരെ കുറവായ, ഇനി എവിടെ നിന്നും ഭൂമി കിട്ടാൻ ഒരു വഴിയുമില്ലാത്ത കേരളത്തിൽ
പാത വേണ്ടെന്നാണോ? അല്ല, പാത വേണം. മലയോര പാത പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്, തീരദേശ പാത പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. നമുക്ക് നേരത്തെയുള്ള ദേശീയപാതയുണ്ട്. ഈ ദേശീയപാതയിലൂടെ സാധാരണ ഗതാഗതമെങ്കിലും സാധ്യമാവുന്ന വിധത്തിൽ അത് റിപ്പയർ ചെയ്യാൻ അതാത് കാലാകാലങ്ങളിൽ റിപ്പയർ ചെയ്യാനുള്ള സംവിധാനം എന്തുകൊണ്ട് സർക്കാരുകൾക്ക് മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് ഇത് സാധിക്കാതെ പോകുന്നു? അവിടെയൊക്കെ പ്രശ്നത്തിന് ഉത്തരം വളരെ ലളിതമാണ്. കൊടിയ അഴിമതിയാണ് പ്രശ്നം. കൊടിയ അഴിമതിയാണ് പ്രശ്നം. ഓരോ തവണയും റോഡ് റിപ്പയർ നമ്മളിവിടെ കാണാറുണ്ട്. റോഡുകൾ പൊടിച്ചു പണിയുന്നുണ്ട്, വീതി കൂട്ടുന്നുണ്ട്, കെട്ടി ഉയർത്തുന്നുണ്ട്, എല്ലാം ശരിയാണ്. അടുത്ത ഒരൊറ്റ മഴക്കാലത്തെ പോലും അതിജീവിക്കാൻ ശേഷിയില്ലാത്ത എല്ലാ തരത്തിലുള്ള അഴിമതിയുടെ ബീഭത്സ രൂപങ്ങളാണ് നമ്മുടെ റോഡുകളും നമ്മുടെ തോടുകളും നമ്മുടെ പാലങ്ങളും. ഇവിടെയാണ് ഒന്നാമതായി കൈവെക്കേണ്ടിയിരുന്നത്. പക്ഷേ അതിന് ധൈര്യം ആർക്കുമില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ ബ്യൂറോക്രസി, നമ്മുടെ ഈ ഭരണ സംവിധാനം അത്രയ്ക്ക് ദുഷിച്ചു പോയിരിക്കും. പണമില്ലെന്ന് പറയും. ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലാണെങ്കിലും ശരി, റോഡുകൾക്ക് പണമില്ലെന്ന് പറയും. ഒരൊറ്റ സ്പെക്ട്രം കുംഭകോണം എന്നുള്ള വാക്കിനെ തമിഴ്നാട്ടിൽ നിന്നുണ്ടായതാ. അപ്പൊ ഈ കുംഭകോണത്തിന് വേണ്ടി നമ്മുടെ തമിഴനായ രാജ എന്ന് പറയുന്ന മന്ത്രിയുടെ പേരിൽ ഇപ്പോൾ ആരോപിക്കപ്പെടുന്നത് 60,000 കോടി രൂപയുടെ അഴിമതി ആരോപണമാണ്. 60,000 കോടി എന്ന് പറഞ്ഞ സംഖ്യ ചെറുതാണോ സുഹൃത്തുക്കളെ? കേരള ഗവൺമെന്റിന്റെ മൊത്തം കടം വീട്ടാൻ അത് മതി. 60,000 കോടി കിട്ടിയാൽ കടം വീടും. ഈ 60,000 കോടി രൂപയുടെ അഴിമതി അങ്ങോട്ട് നടത്തിയോ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അന്വേഷണം നടക്കും. വളരെ വ്യക്തമായി തെളിവുകൾ ആ വകുപ്പിനെതിരെ വന്നപ്പോ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റായിട്ട് ആരോപണങ്ങൾ വന്നതിന്റെ അടിസ്ഥാനത്തിലെ ഇവിടെ അന്വേഷണം നടക്കുമ്പോൾ ഈ മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി എന്ന് വന്നാൽ എന്തൊരു സങ്കടകരമായ അവസ്ഥയാണ്. അദ്ദേഹത്തെ വൈറ്റ് വാഷ് ചെയ്യാൻ, അദ്ദേഹം അതിന് ഉത്തരവാദിയാണെന്ന മറ്റുള്ള പ്രധാനമന്ത്രിയാണ് സംസാരിക്കുന്നത്. കാര്യം എന്താ? DMK-യുടെ മന്ത്രിയാണ് ഇയാൾ. DMK പിന്തുണ പിൻവലിച്ചാൽ UPA ഗവൺമെന്റ് താഴെ വീഴുമെന്ന ഭീതിയാവണം. DMK-യെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ദളിതനാണ്. ദളിതരുടെ പിന്തുണ നഷ്ടപ്പെടുന്ന ഭീതിയാവണം. ഇങ്ങനെ കുറെ ഭീതികൾ കൊണ്ട് സംഭവിക്കുന്നത് എന്ത് നിങ്ങൾ ആലോചിക്കുക. പൊതു ഖജനാവിലേക്ക് വരേണ്ടിയിരുന്ന 60,000 കോടി രൂപ നഷ്ടപ്പെടുത്തി ഈ 60,000 കോടി രൂപ പിന്നെ എങ്ങനെ വാങ്ങുന്നു? അതാണ് ഈ പറയുന്നത് BOT എന്ന് പറയുന്നത് അവിടെയാണ്. അതായത് പൊതു ഖജനാവിലേക്ക് വരേണ്ടതായ പണം സമ്പൂർണമായി നഷ്ടപ്പെടുത്തിയ ശേഷം സ്വകാര്യ കുത്തകകൾക്ക് റോഡുകളും അതുപോലുള്ള സംവിധാനങ്ങളും തീരെഴുതി കൊടുക്കുന്നു, പാലങ്ങളും. BOT അടിസ്ഥാനം എന്ന സുന്ദരമായ ഒരു പേരും കൊടുക്കുന്നു. ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. ഈ ട്രാൻസ്ഫർ എത്ര കാലം കഴിഞ്ഞിട്ടാ? 10, 40, 50 കൊല്ലം കഴിയുമ്പോൾ ഒഴിപ്പിച്ചെടുക്കാൻ ആരെങ്കിലും ഉണ്ടാവും? ഇവിടെ ഉണ്ടാവില്ല. കാരണം സ്വകാര്യ കുത്തകളുടെ പൂർണ്ണമായ പോക്കലിൽ ഒതുങ്ങുന്നവരായിരിക്കും അന്നിവിടെ ഭരിക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം കുടികിടപ്പവകാശമായി മാറും. സംശയിക്കേണ്ട നിങ്ങൾ. 114 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാം, അത് 35 ലക്ഷം ജനങ്ങളുടെ ജീവന് ഭീഷണിയാണെന്ന് കണ്ടപ്പോഴെങ്കിലും അത് സമാന്തരമായ ഒരു ഡാം ഉയർത്താൻ ശ്രമിച്ച് നടക്കുന്നുണ്ടോ? കാര്യം നടക്കുന്നില്ല. അതാ കഥ. കരാറൊക്കെ എന്തോ കഴിഞ്ഞതാണ്, പക്ഷെ സംഭവം നടപ്പില്ല. അപ്പൊ 40, 50 വർഷത്തേക്ക് BOT കൊടുത്തതല്ലേ എന്ന് പറഞ്ഞാൽ പിന്നീടും അത് ട്രാൻസ്ഫർ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് അന്ന് ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷെ അത് നമുക്ക് വിടാം. ഞാൻ പറഞ്ഞു വരുന്നത് ഈ BOT-യുടെ ആവശ്യമില്ല. ഇപ്പോൾ തന്നെ സർക്കാർ ഇഷ്ടം പോലെ ടോൾ വിരിക്കുന്നത് പാലങ്ങളിലേക്ക് വേണ്ടി. ഇനി റോഡുകൾ വികസിപ്പിക്കുമ്പോൾ പണം വേണ്ടി വന്നാൽ വാഹന നികുതിയിലൂടെയും മറ്റു വിധത്തിലും ഗവൺമെന്റ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ആവശ്യമായി വർദ്ധിപ്പിക്കാൻ പാടില്ല എന്ന് ആരാ ഇവിടെ പറഞ്ഞത്? എന്നാലും സേവന രംഗത്ത് നിന്ന് ഗവൺമെന്റ് പിന്മാറാൻ പാടില്ല. നേരെ മറിച്ച് സ്വകാര്യ മേഖലയ്ക്ക് ഇത് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ ഇവിടെ പറഞ്ഞ കണക്ക് കിലോമീറ്ററിന് 1 രൂപ 20 പൈസ മുതൽ 2 രൂപ വരെ ചെറുകിട വാഹനങ്ങൾക്ക് വരെ കൊടുക്കേണ്ടി വരുന്നു. അതുപോലും തൽക്കാലത്തെ കണക്കാണ്. അധികാരം പിരിക്കുന്നവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്ന അട്ടത്തിന് കണക്കുകൾ കൊണ്ടുവരും. അത് 2 രൂപയും 5 രൂപയും 10 രൂപയും ആകുന്നത് സമയത്തിന് മാത്രം പ്രശ്നമാണ്. ഈ ഒരു പതനത്തിലേക്ക് ഒരിക്കലും കേരളത്തെയോ ഇന്ത്യ രാജ്യത്തെയോ എത്തിക്കേണ്ട കാര്യമില്ല. ഗവൺമെന്റ് ഒന്നാമതായി തടയേണ്ടത് ഈ ചോർച്ചയാണ്, ഭീകരമായ അഴിമതിയാണ്. രണ്ടാമതായി നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 1.5 ലക്ഷം കോടി ഉറുപ്പികയാണ് നമ്മൾ പ്രതിരോധത്തിന് വേണ്ടി നീക്കി വച്ചിരിക്കുന്നത്. കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ പ്രതിരോധം ശക്തമാക്കാൻ, നമ്മുടെ ആയുധങ്ങൾ നമ്മൾ തന്നെ നിർമ്മിക്കാൻ, നമ്മുടെ വിമാനങ്ങൾ നമ്മൾ നിർമ്മിക്കാൻ, ആ രീതിയിൽ രാജ്യരക്ഷ ഭദ്രമാക്കാനാണ് ഈ പണം പോകുന്നതെങ്കിൽ നമുക്ക് ആർക്കും എതിർപ്പില്ല. രാജ്യരക്ഷയല്ലേ പ്രശ്നം. സംഭവിക്കുന്നതല്ല. വിദേശ ആയുധ കച്ചവടക്കാർക്ക് വേണ്ടിയിട്ട് അവരുമായി തിരശ്ശീലയ്ക്ക് പിന്നിൽ നടക്കുന്ന ഇടപാടുകൾക്ക് വേണ്ടിയാണ് ഇത് മുച്ചൂടും ഉപയോഗിക്കുന്നതെന്നുള്ള യാതൊരു സംശയവുമില്ല. ഒരു തരത്തിലുള്ള സുതാര്യതയും ആ രംഗത്തില്ലേയില്ല. ചാവപ്പെട്ടി കുംഭകോണത്തിന് വരെ സാക്ഷ്യം വഹിച്ചവരാണ് ഈ രാജ്യം. കാർഗിലിലെ നമ്മുടെ പ്രിയപ്പെട്ട ജവാന്മാർ മരണപ്പെട്ടപ്പോ അവരെ ശവപ്പെട്ടിക്ക് വേണ്ടി വരെ അന്നത്തെ രാജ്യരക്ഷാ മന്ത്രി അടക്കമുള്ളവർ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ശവപ്പെട്ടി കുംഭകോണം ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട്.
ബൊഫോഴ്സ് ഇടപാട് നടന്നിട്ടുണ്ട്. അതുപോലെയുള്ള നിരന്തരമായി പലതരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ വന്ന നാട്. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്, മുൻഗണനാക്രമത്തിലെ പ്രശ്നം അവിടെ. തീർച്ചയായിട്ടും ഇന്ന് 1.5 ലക്ഷം കോടി രൂപ നീക്കി വെച്ചുള്ള ഈ പ്രതിരോധം അതിന്റെ പകുതി കൊണ്ട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അഴിമതിയില്ലെങ്കിൽ കാര്യങ്ങൾ മുമ്പോക്കാൻ പറ്റും. പക്ഷെ അതിന് ഗവൺമെന്റ് ഒരിക്കലും തയ്യാറാവുകയില്ല. അവിടെയൊക്കെ നിക്ഷിപ്ത താല്പര്യങ്ങളാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളത്. ഈ തരത്തിലുള്ളതായ ദുർവിനിയോഗവും ഈ തരത്തിലുള്ളതായ അഴിമതിയും കുംഭകോണവും തടഞ്ഞുകൊണ്ട് വികസന രംഗത്തേക്ക് ആ പണം നീക്കിവെക്കാമെങ്കിൽ മാറ്റിവെക്കാമെങ്കിൽ BOT-യുടെ ആവശ്യം വരില്ല. അങ്ങനെ ചിന്തിക്കുന്നില്ല എന്നുള്ളത്. കൂടുതൽ കൂടുതൽ സ്വകാര്യവൽക്കരണത്തിലേക്ക് നീങ്ങുക എന്നത് ഒരു രോഗം പോലെ ആറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പോയി കഴിഞ്ഞ നാടുകളിൽ എന്ത് സംഭവിച്ചു എന്നത് പഠിക്കാൻ നമ്മുടെ ആളുകൾ തയ്യാറല്ല. അതേ അവസരത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത്, ഇവിടെ ഭരിക്കുന്ന ഒരു ഇടതുപക്ഷ ഗവൺമെന്റ്. ഈ ഇടതുപക്ഷ ഗവൺമെന്റ് കാര്യങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് മനസ്സിലാക്കിയവർ, അവരുടെ ഭൂമിക തന്നെ ഇതായിരുന്നു. അതുകൊണ്ട് ഗതാഗതത്തിന്റെ കാര്യത്തിൽ ദേശീയപാതാ വികസനം, അതുപോലെ തന്നെ ബൈപ്പാസുകൾ, ഉൾനാടൻ റോഡുകൾ, ജലപാത, സർവോപരി റെയിൽവേ, അത് സംസ്ഥാനം വിചാരിച്ചാൽ മാത്രം നടക്കേണ്ട കാര്യമാണ്. പക്ഷെ സംസ്ഥാനത്തിലെ MP-മാരും ഇപ്പോൾ നമ്മുടെ റെയിൽവേ സഹമന്ത്രിയായിട്ടുള്ള ജനാബ് E. അഹമ്മദും അതുപോലെയുള്ള ആളുകളൊക്കെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിലെ റെയിൽവേ അതിന്റെ വികസനത്തിന് വേണ്ടി ശ്രമിച്ചാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസനം തന്നെ ത്വരിതപ്പെടുത്തിയ റെയിൽവേയുടെ ഡബ്ലിംഗ്, അതുപോലെ തന്നെ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം പോലെയുള്ള കുറെ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ തന്നെ മതി കേരളത്തെ രക്ഷിക്കാൻ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് റെയിൽവേ ഗതാഗതമാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ചെലവ് കുറഞ്ഞ ഗതാഗതമാണ്. പുതുതായിട്ട് ഒരു അക്വിസിഷനും അതിന് ആവശ്യമില്ല. നിലവിലുള്ള സ്ഥലത്തുകൂടി തന്നെ പാത ഇരട്ടിപ്പിക്കാൻ കഴിയുകയും ചെയ്യും. അത് ഏറ്റവും ശീഘ്രതയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ മണിക്കൂർ കൊണ്ട് 2-3 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്താവുന്ന തീവണ്ടി എഞ്ചിനുകൾ ഇപ്പോൾ ലഭ്യമാണ്. ഉത്തരേന്ത്യയിൽ അടക്കം അത് നിലവിൽ വന്നു കഴിഞ്ഞിരിക്കും. അവിടെയാണ് നമ്മൾ അതിവേഗ പാതയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നത്. എത്ര കോടി? 10,000 കോടി എന്ന് ഇനീഷ്യൽ ചെലവായിട്ട് പറയും. അത് എത്രയൊക്കെ ആയിട്ട് ഇരട്ടിക്കുമെന്ന് സംഭവം വന്നാൽ മാത്രമേ പറയാൻ പറ്റൂ. അതിനൊന്നും ആവശ്യമില്ലാതെ സാധിക്കുന്ന ഈ റെയിൽവേയുടെ വികസനം ഈ ഒരു മുൻഗണനാക്രമത്തിലേക്ക് തീർച്ചയായിട്ടും സർക്കാരുകൾ വന്നേ മതിയാവും. അതിന് ശക്തമായ ജനകീയ പ്രക്ഷോഭം കൂടിയേ മതിയാവും. സോളിഡാരിറ്റിയെ പോലെയുള്ളതായ പ്രസ്ഥാനങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയേണ്ട, നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പങ്കത നിങ്ങൾക്കറിയാമല്ലോ. എൻഡോസൾഫാൻ 1995 മുതൽ ഈ രാജ്യത്ത് നമ്മുടെ കാസർഗോഡ് പ്രദേശങ്ങളിൽ ഗവൺമെന്റ് പൊതു ഉടമയിലുള്ളതായ കശുവണ്ടിത്തോട്ടങ്ങളിലെ എൻഡോസൾഫാൻ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും അധികം മാരകമായ ആ കീടനാശിനി അന്തരീക്ഷത്തിലൂടെ വിമാനത്തിലൂടെ തളിച്ചപ്പോൾ 500 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളത് ഗവൺമെന്റ് കണക്കാണ്. 4000 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് അനൌദ്യോഗികമായ കണക്കാണ്. ഇന്നും 1000-ൽ പുറത്ത് ആളുകൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു പ്രശ്നത്തിലേക്ക് ഗവൺമെന്റ് ശ്രദ്ധ ക്ഷണിക്കാൻ നടത്തപ്പെട്ട എല്ലാ പ്രക്ഷോഭങ്ങളും ബധിര കർണങ്ങളിലാണ് ചെന്നടച്ചത്. ആ സന്ദർഭത്തിൽ അതില് സോളിഡാരിറ്റി ഇടപെട്ടു. നിരന്തരമായ ബോധവൽക്കരണവും പ്രക്ഷോഭവും മാത്രമല്ല നടത്തിയത്, 45 ലക്ഷം രൂപയുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ 1-ാം ഘട്ടത്തിൽ പൂർത്തിയാക്കി. 2-ാം ഘട്ടം ഇപ്പോൾ തുടങ്ങാൻ പോകുന്നുവെന്നാണ് ആധികാരികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുപോലെയുള്ള ഇടപെടലുകൾ സോളിഡാരിറ്റിയുടെ ഭാഗത്തുണ്ടാകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് ജനങ്ങളുടെ സഹകരണം കൊണ്ട് എന്നുള്ളതാണ്. അവിടെ ഒന്നും ജാതിയോ മതമോ അതുപോലുള്ള സംഘടിത സംഘടന പരിഗണനകളോ അല്ല പ്രവർത്തിക്കുന്നത്. മനുഷ്യപക്ഷത്ത് നിന്ന് മാനവീയതയുടെ ഭൂമികയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും ജനങ്ങളുടെ സഹകരണം കിട്ടും. ആ സഹകരണം കണ്ട് സോളിഡാരിറ്റിയെ പോലെയുള്ള ഒരു ധാർമ്മിക പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ ചിലർക്കാകെ ബേജാറാവുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു. അവർ അന്വേഷിച്ചു പോകുന്നത് ഇതിനെ പിന്നിൽ എവിടെ നിന്നാണ് പണം കിട്ടുന്നതെന്നാണ്. തീർച്ചയായും അവർക്ക് കിട്ടുന്ന പണത്തിന്റെ സ്രോതസ്സുകളിൽ നിന്നല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യമാണ്. അതിന്റെ സ്രോതസ് അന്വേഷിച്ച് പോകട്ടെ. പക്ഷെ സോളിഡാരിറ്റിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളിൽ അവർ വിശ്വാസം അർപ്പിക്കുന്നു, ജനങ്ങൾ അവരിലും വിശ്വാസം അർപ്പിക്കുന്നു. ഈ വിശ്വാസത്തിന്റെ ഫലമായിട്ട് ഇവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഈ സ്റ്റേജിലിരിക്കുന്ന മാന്യ വ്യക്തികൾ വലിയൊരു വിഭാഗം ആളുകൾ സോളിഡാരിറ്റിയുടെ ലക്ഷ്യത്തോടോ ആദർശത്തോടോ താത്വികമായി യോജിക്കുന്നവരല്ല എന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. എന്നിട്ടും അപവാദങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഇത്തരം ഒരു വേദി പങ്കിടാൻ വേണ്ടി അവരിവിടെ എത്തിയെങ്കിൽ അത് മാനവികതയുള്ളതായ പ്രതിബദ്ധത കൊണ്ട് മാത്രം, മനുഷ്യ പ്രശ്നങ്ങളുള്ള അവരുടെ അനുഭവം കൊണ്ട് മാത്രമാണ്. തീർച്ചയായിട്ടും ആ തരത്തിലുള്ള മനുഷ്യാത്മാക്കള്, മനുഷ്യ സ്നേഹികൾ ഇന്ത്യ രാജ്യത്തും കേരളത്തിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരൊറ്റ BOT-കാരനും ഒരൊറ്റ കുത്തകക്കാരനും ഒരൊറ്റ സർക്കാരിനും ജനങ്ങളെ കൊള്ളയടിക്കാൻ കഴിയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ സമ്മേളനം, ഈ റാലിയും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ വിനയപൂർവ്വം അവസാനിപ്പിക്കുന്നു. നന്ദി. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന പ്രിയപ്പെട്ട മുജീബ് റഹ്മാൻ,
ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത മാധ്യമം പത്രത്തിന്റെ പത്രാധിപരും അറിയപ്പെടുന്ന എഴുത്തുകാരനും എൻ്റെ ബഹുമാന്യനായ അധ്യാപകൻ കൂടിയായ ജനാബ് ഒ അബ്ദുറഹിമാൻ സാഹിബ് അവറുകളെ, സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഫലപ്രദമായ ഇടപെടലുകൾ നടത്തി കേരളത്തിൽ ശ്രദ്ധേയരായ ഡോക്ടർ എ അച്യുതൻ, ശ്രീ സി ആർ നീലകണ്ഠൻ, ഖാലിദ് മുണ്ടപ്പള്ളി, ഇ വി മുഹമ്മദ് അലി, ടി കെ സുധീർ കുമാർ, സാജിദ്, സലീം മമ്പാട്, എൻ കെ അബ്ദുസ്സലാം, മറ്റു വേദിയിലെ സമാദരണീയരായ വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ജഗന്നിയന്താവായ നാഥന്റെ അപാരമായ അനുഗ്രഹം നമ്മുടെ മേൽ സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ദേശീയപാത വികസിപ്പിക്കുക, വിൽക്കരുത് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി സോളിഡാരിറ്റി നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് കോട്ടക്കലിൽ ഇങ്ങനെ ഒരു റാലി സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വികസനത്തെ സംബന്ധിച്ച്, പുരോഗതിയെ സംബന്ധിച്ച് വാതോരാതെയുള്ള സംസാരമാണ് ലോകത്തെവിടെയും നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. മാനവിക മുഖം നഷ്ടപ്പെട്ട വികസന സ്വപ്നങ്ങളാണ് ഈ ചർച്ചകളിൽ മഹാഭൂരിഭാഗവും എന്നുള്ളതാണ് ഖേദകരമായ വസ്തുത. ആഗോളവൽക്കരണം എന്ന പദം നാം കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും മിതമായ ഭാഷയിൽ ആ വാക്കിനെ എങ്ങനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. മാനവിക മുഖം നഷ്ടപ്പെട്ട വികസന സങ്കല്പമാണ് ആഗോളവൽക്കരണം. ആ ആഗോളവൽക്കരണ നയങ്ങൾക്കും സമീപനങ്ങൾക്കും എതിരായിട്ടുള്ള പോരാട്ടം ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ പീഡിതരും പാർശ്വവൽകൃതരുമായിട്ടുള്ള ജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വികസനത്തിന് രണ്ട് വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന് വികസനത്തിന്റെ ജനകീയമായ വ്യാഖ്യാനമാണ്. രണ്ടാമത്തേത് വികസനത്തിന്റെ ലാഭാധിഷ്ഠിതമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. വികസനത്തിന് ജനകീയമായ മാനമാണോ വേണ്ടത്, ലാഭാധിഷ്ഠിതമായ സങ്കല്പമാണോ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് എന്നതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും മുമ്പിലുള്ള സുപ്രധാനമായ ചോദ്യം. ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ദേശീയപാതയുടെ വികസനം നടന്നുകൊണ്ടിരിക്കുന്നു. BOT അടിസ്ഥാനത്തിൽ അവിടങ്ങളിലൊക്കെ ദേശീയപാതകളുടെ വികസനവും എക്സ്പ്രസ് ഹൈവേകളും വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ എല്ലാ ദിക്കുകളെയും പോലെ അല്ല കേരളം. UP-യിലെയും രാജസ്ഥാനിലെയും മഹാരാഷ്ട്രയിലെയും തമിഴ്നാട്ടിലെയും കർണാടകയിലെയും സാഹചര്യങ്ങളല്ല കേരളത്തിലുള്ളത്. അതേ സ്വഭാവത്തിൽ മുന്നോട്ടു പോകുന്ന ജനങ്ങളുമല്ല കേരളത്തിലുള്ളത്. കേരളം എന്തുകൊണ്ടും ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് തീർത്തും വ്യതിരക്തമാണ്. ഭൂമിശാസ്ത്രപരമായ കിടപ്പ് മുതൽ, മണ്ണിന്റെ സവിശേഷത മുതൽ, ജനങ്ങളുടെ മാനസികമായിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ വരെ കേരളം മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നു. കേരളം വികസനത്തിന് പറ്റിയ നാടല്ല എന്ന് നാം പറഞ്ഞു കേൾക്കാൻ തുടങ്ങിയിട്ട് എത്രയോ പതിറ്റാണ്ടുകളായി.
വ്യവസായ പ്രമുഖന്മാരും ഭീമന്മാരും കേരളത്തിലേക്ക് വരുന്നില്ല എന്ന അധിക്ഷേപത്തിന് മലയാളി ആ ആക്ഷേപം കേൾക്കാൻ തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ മലയാളിക്ക് കേൾക്കേണ്ടി വരുന്നത്? മലയാളിയുടെ ഇടതുപക്ഷ മനസ്സും ബോധവുമാണ് ഇത്തരം ഒരു ആക്ഷേപത്തെ എന്നും ക്ഷണിച്ചു വരുത്തിയിട്ടുള്ളത്. വലതുപക്ഷ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പോലും അവർക്ക് കേരളത്തിൽ ഒരു ഇടതുപക്ഷ മനസ്സും ബോധവുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യവും വസ്തുതയും. ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിലെ പാർട്ടികളിൽ നിന്ന് ഭിന്നമായി അതേ പാർട്ടികളുടെ കേരള ഘടകങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നത് മലയാളിയുടെ ആ സവിശേഷമാർന്ന സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ടാണ്. എന്തുകൊണ്ടാണ് വ്യവസായത്തിന് പറ്റാത്ത മണ്ണായി കേരളം ചിത്രീകരിക്കപ്പെട്ടത്? ഗുജറാത്തിലും രാജസ്ഥാനിലും യുപിയിലും മഹാരാഷ്ട്രയിലും 50ഉം 75ഉം രൂപ ദിവസക്കൂലി കൊടുത്താൽ രാപ്പകൽ ഭേദമന്യേ എല്ലുമുറിയെ പണിയെടുക്കാൻ ആളുകളെ കിട്ടും. അടിമകളെപ്പോലെ പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളുണ്ടവിടെ. പക്ഷേ കേരളത്തിൽ 200ഉം 250ഉം 300ഉം രൂപ ദിവസക്കൂലി കൊടുക്കേണ്ടി വരുന്നു. ഇത് വ്യവസായ പ്രമുഖന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലാഭത്തിൽ നിന്നുള്ള പോക്കായിട്ടാണ് അവർ കരുതുന്നത്. 50ഉം 75ഉം രൂപയ്ക്ക് പണിയെടുക്കുന്നവനായി മലയാളി മാറിയാൽ നമുക്കെതിരായി ഉയർത്തപ്പെടുന്ന ആക്ഷേപം ഇല്ലാതാകും. സമരങ്ങളില്ലാതെ, സമരമുഖങ്ങൾ തീർക്കാതെ പഞ്ചപുച്ഛമടക്കി അടിമയെപ്പോലെ പണിയെടുക്കാൻ മലയാളി തൊഴിലാളികൾ തയ്യാറായാൽ അവരുടെ മേൽ ചാർത്തപ്പെട്ടിരിക്കുന്ന വികസന വിരുദ്ധതയുടെ ബാണ്ഡം അഴിച്ചുവെക്കപ്പെടും. ഇതുകൊണ്ട് ഏതെങ്കിലും ആളുകൾക്ക് മാത്രമല്ല കേരളത്തിൽ നേട്ടം കിട്ടിയിട്ടുള്ളത്. ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാ പാർട്ടിക്കാർക്കും നേട്ടമുണ്ടായിട്ടുണ്ട്. ഈ പോരാട്ടങ്ങൾക്കും സമരങ്ങൾക്കും നൈരന്തരികമായ പരിശ്രമങ്ങൾക്കുമൊടുവിൽ നേടിയെടുത്ത അവകാശത്തിന് എല്ലാ പാർട്ടിയിൽപ്പെട്ടവരും മതത്തിൽപ്പെട്ടവരും ജാതിയിൽപ്പെട്ടവരും അർഹരായിട്ടുണ്ട്. ഇത് മാറ്റണം എന്നാണ് പറയുന്നത്. ഇത് മാറ്റാനാവില്ല. അവകാശം എന്ന് പറയുന്നത് നേടിയെടുക്കുന്നതിന് വേണ്ടി നാം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരിക്കലും തിരിഞ്ഞു നടക്കാൻ നമുക്കാവില്ല. ലോകത്തിലെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി നടത്തപ്പെട്ട പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ കേരളത്തിന്റെ സ്ഥാനം വളരെ വലുതാണ്. എന്ത് വികസന കാര്യങ്ങളും ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു കേരളത്തിൽ. അതിന്റെ മാനവികമായ പക്ഷത്തു നിന്നുകൊണ്ടുള്ള വീക്ഷണങ്ങൾ വലിയ സംവാദങ്ങൾക്ക് വിഷയീഭവിക്കുന്നു കേരളത്തിൽ. മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പോലെ എല്ലാവർക്കും അനായാസം എന്തും നടത്തിയെടുക്കാനുള്ള സ്ഥിതിവിശേഷം കേരളത്തിൽ ഇല്ല. ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ടും ചർച്ചകൾ വളരെ കൂടുതൽ നടക്കേണ്ടതായിട്ടുണ്ട്. ഏകപക്ഷീയമായ അടിച്ചേൽപ്പിക്കലുകൾ ഒരിക്കലും കേരളത്തിൽ നടത്താൻ ആരും തന്നെ തയ്യാറാവുകയില്ല എന്നുള്ളതാണ് നമ്മളുടെ പ്രതീക്ഷ. ഒരിക്കലും അത്തരത്തിലുള്ള ശ്രമങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളെ സങ്കീർണമാക്കുകയാണ് ചെയ്യുക. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും BOT അടിസ്ഥാനത്തിൽ ദേശീയപാതകൾ വികസിപ്പിക്കുന്നു. 100ഉം 150ഉം മീറ്ററുകൾ വീതിയിൽ ഓരോ പ്രദേശത്തെയും വെട്ടിമുറിക്കും വിധമുള്ള എക്സ്പ്രസ് ഹൈവേകൾക്ക് രൂപം നൽകിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലും എക്സ്പ്രസ് ഹൈവേയെ സംബന്ധിക്കുന്ന ഒരു ആലോചന ഒരു ഘട്ടത്തിൽ നടന്നു. ജനകീയമായ ഇടപെടലിലൂടെ അതിനെ ചെറുത്ത് തോൽപ്പിച്ചു കേരളത്തിലെ ജനങ്ങൾ. 100 മീറ്റർ വീതിയിൽ കേരളത്തെ വെട്ടിമുറിച്ച് ജലപ്രഭവ കേന്ദ്രങ്ങളെ ഇല്ലാതാക്കി നമ്മളുടെ കൃഷിയിടങ്ങളെ എന്നേക്കുമായി നശിപ്പിച്ച് രൂപകൽപ്പന ചെയ്യപ്പെട്ട എക്സ്പ്രസ്